السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. ബഹുമാന്യരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, സഹോദരി സഹോദരന്മാരെ, കാലം തേടുന്ന ഇസ്ലാഹ് എന്ന പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് നമ്മൾ സംഘടിപ്പിച്ച പ്രോഗ്രാമിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ ആശയാദർശങ്ങൾ എന്താണെന്നും എന്നാൽ കുറച്ചു കാലമായി മുജാഹിദുകൾ എന്ന് പേരിൽ പോലുമില്ലാത്ത ആളുകൾ ഈ ആശയാദർശങ്ങളെയെല്ലാം അട്ടിമറിച്ച് പൊളിച്ചടുക്കി ജിന്ന്, സിഹ്ർ, കണ്ണേറ് തുടങ്ങി പല അന്ധവിശ്വാസങ്ങളും സമൂഹത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ അത് വളരെ കൃത്യമായി കൊള്ളേണ്ടടുത്ത് കൊണ്ടതുകൊണ്ട് തന്നെയാവാം അതിന് മറുപടി എന്ന പേരിൽ ഇവിടെ പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ടായി. അതിലെ ചില ഭാഗങ്ങളെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് സ്വാഗത ഭാഷണത്തിൽ. ഇപ്പം യഥാർത്ഥത്തിൽ അവരാണ് മുജാഹിദുകൾ, ഞങ്ങൾക്കാണ് KM മൗലവി അടക്കമുള്ള മുജാഹിദുകളുടെ പാരമ്പര്യം. പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസജ്ജയുടെയും അടിസ്ഥാനത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആളുകൾ ഞങ്ങളാണ് എന്നാണ് TK അഷ്റഫിൻ്റെ നേതൃത്വത്തിലുള്ള വിസ്ഡം ടീം എന്ത് ചെയ്തത്? സമൂഹത്തെ പല സ്ഥലത്തും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും അതുതന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അവർക്ക് മുജാഹിദുകളുമായി വല്ല ബന്ധവുമുണ്ടോ? പരിശുദ്ധ ഖുർആനും തിരുചര്യയുമായി അവർ പ്രബോധനം നടത്തുന്ന, അവർ ഉൾക്കൊള്ളുന്ന ആശയാദർശങ്ങൾക്ക് വല്ല ബന്ധവുമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ പ്രോഗ്രാമിൽ നമ്മൾ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. നോക്കൂ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തൗഹീദാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. അല്ലാഹുവേ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന ആ അടിസ്ഥാനം. അവിടെ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്നിടത്ത് കൃത്യമായി അവർ വെള്ളം ചേർക്കുകയും അവിടെ സമസ്തക്കാർ പോലും പറയാൻ മടിക്കുന്ന തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അവർ കടത്തിക്കൂട്ടുകയും ചെയ്തു എന്നതാണ് വസ്തുത. അപ്പോൾ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാഹുവേ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ മനുഷ്യ കഴിവിനപ്പുറത്ത് പടച്ചവനെ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്നതാണ് അതിൻ്റെ ആശയം. നമുക്കറിയാം, ഒരു രോഗിയെ ഡോക്ടറെ അടുക്കൽ കൊണ്ടുപോയി ആ ഡോക്ടർ കൃത്യമായി പരിശോധിച്ചു മരുന്നുകളൊക്കെ കുറിച്ചു തന്നാൽ അതൊക്കെ വാങ്ങും നമ്മൾ. പക്ഷേ അവിടെ ആ മനുഷ്യ കഴിവ് അവസാനിക്കുന്നിടത്ത് പിന്നീട് ആ രോഗം ശിഫയാവാൻ വേണ്ടി നമ്മൾ ആരോടാ തേടാറുള്ളത്? ഏകനായ അള്ളാഹുവിനോടാണ് തേടാറുള്ളത്. അതാണ് ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ. ഒരു വേള മക്കയിലെ മുശ്രിക്കുകൾ പോലും ഇത് മനസ്സിലാക്കിയിരുന്നു എന്നതാണ് വസ്തുത. കരയിൽ ലാത്തയെയും ഉസ്സയെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശക്തികളെയും വ്യക്തികളെയും ദിവ്യന്മാരെയും സിദ്ധന്മാരെയും ഒക്കെ വിളിച്ചു തേടിയിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ കടലിൽ അകപ്പെട്ടാൽ അവർ അള്ളാഹുവിനെ വിളിച്ചു തേടിയിരുന്നു എന്ന് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്.
സൂറത്തുൽ ലുഖ്മാനിലെ 31-ാമത്തെ വചനം പരിശോധിച്ചാൽ കാണാം, വൈദാ ഗശിയഹും മൗജുൻ കല്ലുലൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന്. തിരമാലകൾ അവരെ മൂടിക്കളഞ്ഞാൽ, വലിയ പർവ്വതങ്ങളെ കണക്കെയുള്ള തിരമാലകൾ അവരെ മൂടിക്കഴിഞ്ഞാൽ അവർ ആരെയാ വിളിക്കുക? ദഅവുല്ലാഹ, അള്ളാഹുവിനെ, നിഷ്കളങ്കമായി റബ്ബിനെയാണ് അവർ വിളിച്ചിരുന്നത് എന്ന്. കാരണം കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുന്ന രംഗാണ്. ഇനി ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരു മനുഷ്യർക്കും സാധ്യമല്ല, കഴിവുകളെല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി റബ്ബിനെ വിളിക്കുകയല്ലാതെ വേറൊരു മാർഗവുമില്ല. ഞങ്ങൾ വിളിച്ചു തേടിയിരുന്ന അമ്പിയാക്കളോ ഔലിയാക്കളോ മറ്റുള്ളവരൊന്നും ഞങ്ങളുടെ രക്ഷക്കെത്തുകയില്ല എന്നവർക്ക് ബോധ്യപ്പെടുന്ന സൂറത്തു അങ്കബൂത്തിൽ അല്ലെങ്കിൽ സൂറത്തു അങ്കബൂത്തിലും ഇതേ കാര്യങ്ങൾ ഖുർആൻ സൂചിപ്പിച്ചതായിട്ട് കാണാം. വൈദാ റകിബൂ ഫിൽ ഫുൽക്ക് ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. കപ്പലിൽ കയറിയാൽ കാറ്റും കോളും അവരെ മൂടിക്കഴിഞ്ഞാൽ അവർ ഏകനായ റബ്ബിനെ വിളിച്ചാണ് തേടിയിരുന്നത്. ആ റബ്ബിനെ മാത്രമേ അവർ വിളിച്ചിരുന്നുള്ളൂ എന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. മനുഷ്യ കഴിവ് അവസാനിക്കുന്നിടത്ത് പിന്നീട് മനുഷ്യന് തേടാനുള്ളത് പടച്ചവനോട് മാത്രമാണ്. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൻ്റെ അർത്ഥം, വിവക്ഷ. മുഫസ്സിറുകളൊക്കെ അങ്ങനെ തന്നെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്നിടത്ത് മനുഷ്യ കഴിവിനപ്പുറത്ത് എന്നുള്ളതിനെ മാറ്റിമറിക്കുകയും അവിടെ സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് എന്നാക്കി മാറ്റുകയും ചെയ്തു വിസ്ഡം ടീം, ടി കെ അഷ്റഫിൻ്റെ ടീം. അതെന്തിനാ അങ്ങനെ അവർ മാറ്റിയത്? ജിന്നുകളോടും മലക്കുകളോടുമൊക്കെ അവർക്ക് നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്ന് ചോദിക്കാം, അങ്ങനെ ചോദിച്ചാൽ അത് ഷിർക്കല്ല എന്ന ഷിർക്കൻ വാദം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി. സമസ്തക്കാർക്കുണ്ട് അങ്ങനെയുള്ളൊരു വാദം. എന്താ? ഞങ്ങൾ അമ്പിയാക്കളോടും ഔലിയാക്കളോടും ഒക്കെ ചോദിക്കുന്നത് അവർക്ക് കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നാണ് അവർ പറയാറുള്ളത്. കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്, അല്ല കൊടുക്കാത്ത കഴിവിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അവരോട് ചോദിക്കുന്നില്ല എന്നാണ് സമസ്തക്കാർ പറയാറുള്ളത്. ആ വാദത്തെ ഒന്ന് തേച്ചു മിനുക്കിയിട്ട് കൊടുത്ത കഴിവ് എന്നതിനെ ഇവർ എന്താക്കി, നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് ചോദിച്ചാൽ, ജിന്നിനോ മലക്കിനോ ആ നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്ന് ചോദിച്ചാൽ, അഥവാ അവർക്ക് കൊടുത്ത കഴിവിൽ നിന്ന് ചോദിച്ചാൽ അതെന്തല്ല, ഷിർക്കല്ല എന്ന വാദത്തിലേക്കാണ് അവർ സമൂഹത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ട് ഈ വാദം സ്ഥാപിക്കാൻ വേണ്ടി AP അബ്ദുൽ ഖാദർ മൗലവി, അതുപോലെ തന്നെ KM മൗലവി, വക്കം മൗലവി, അമാനി മൗലവി, ഉമർ മൗലവി, PK മൂസ മൗലവി, കുഞ്ഞീദ് മദനി എന്നിവരൊക്കെ എഴുതിയിട്ടുള്ള ഭാഗങ്ങൾ ദുർവ്യാഖ്യാനം നടത്തി സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കാറുണ്ട്. ആദ്യം തന്നെ ഫൈസൽ മുസ്ലിയാരുടെ ആ വാദം ഒന്ന് നമ്മൾക്ക് കേൾക്കാവുന്നതാണ്. സൃഷ്ടികൾ വിശദമായി പറഞ്ഞു ഇവിടെ പല പ്രാവശ്യം. പ്രാർത്ഥനയിൽ മനുഷ്യ കഴിവിനതീതം, സൃഷ്ടി കഴിവിനതീതം എന്നൊക്കെ ഉള്ളത് നമ്മൾ വക മാറ്റി പറഞ്ഞതാണ്. മനുഷ്യ കഴിവിനപ്പുറന്നേ പറയേണ്ട ആവശ്യമുള്ളൂ, സൃഷ്ടി കഴിവിനപ്പുറന്ന് പറയേണ്ട ആവശ്യമില്ലാതെ നമ്മളിവിടെ വിശദമായി വായിച്ചു. സൃഷ്ടി കഴിവ് എന്ന് എഴുതിയ KM മൗലവിയുടേത്, വക്കം മൗലവിയുടേത്, അമാനി മൗലവിയുടേത്, ഉമർ മൗലവിയുടേത്, PK മൂസ മൗലവിയുടേത്, കുഞ്ഞീദ് മദനിയുടേത്, AP അബ്ദുൽ ഖാദർ മൗലവിയുടേത് തുടങ്ങി എത്രയാണ് നമ്മൾ വായിച്ചത്. ഇപ്പൊ കേട്ടല്ലോ, മനുഷ്യ കഴിവിനപ്പുറത്ത് എന്നുള്ളത് ഞങ്ങൾ മാറ്റി പറഞ്ഞതാണ് എന്ന് ഞങ്ങളുടെ മേലിൽ അവർ ആരോപണം ഉന്നയിച്ചു എന്നാ ഫൈസൽ പറഞ്ഞത്. അഥവാ നമ്മൾ അവരുടെ മേൽ ആരോപണം ഉന്നയിച്ചതാണ്, ഞങ്ങളല്ല അത് പറഞ്ഞത്. നേരത്തെ പറയപ്പെട്ട പണ്ഡിതന്മാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എന്താ പറഞ്ഞിട്ടുള്ളത്? അവിടെ സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് പച്ച നുണയാണ്. നോക്കൂ നിങ്ങൾ, ഉമർ മൗലവിയുടെ തർജുമാനുൽ ഖുർആനുണ്ട്. അത് ഉമർ മൗലവിയുടെ മകൻ അതിൽ ചില കൂട്ടിച്ചേർക്കലുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഏതായാലും പേര് ഉമർ മൗലവിയുടേതാണ് തർജുമാനുൽ ഖുർആനിൽ. ആ തർജുമാനുൽ ഖുർആനിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത്
ഉമർ മൗലവി കൊടുത്ത ഭാഗം നോക്കൂ നിങ്ങൾ. ഇവിടത്തെ സന്ദേഹ നിവാരണത്തിന് വേറൊരു മാർഗമുണ്ട്. മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങളും കഴിവിൽപ്പെടാത്ത കാര്യങ്ങളും ഉണ്ടല്ലോ. അതായത് മനുഷ്യർ പരസ്പരം സഹായിക്കാമെന്ന് വിചാരിച്ചാൽ നിറവേറാത്ത കാര്യങ്ങളിൽ സഹായാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ, വേറെ ആരോടും പാടില്ല. അഥവാ മനുഷ്യരുടെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ മനുഷ്യർ പരസ്പരം സഹകരിച്ചാലും നിറവേറാത്ത കാര്യങ്ങൾ ആരോടെ ചോദിക്കാൻ പാടുള്ളൂ? അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഇതാണ് വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് ഉദാഹരണം വീണ്ടും പറയാണ്. രോഗശമനത്തിന് മരുന്ന് കഴിക്കൽ മുതലായ കാര്യങ്ങൾ പരസ്പരമുള്ള സഹായത്താൽ നിറവേറും. എന്നാൽ രോഗം ശമിക്കാനായി പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ, നേർച്ചക്കാരോടും മറ്റും പാടില്ല. അപ്പോൾ ചികിത്സയെ സംബന്ധിച്ച് ഡോക്ടറോടും ആശുപത്രി നടത്തുന്നവരോടും അവരുടെ കഴിവിൽപ്പെട്ട വിഷയങ്ങളിൽ സഹായം തേടുന്നതിൽ വിരോധമില്ല. മനുഷ്യൻ്റെ കഴിവിൻ്റെ മേഖലക്കപ്പുറത്ത് സഹായം തേടൽ, പ്രാർത്ഥിക്കൽ അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ. ആലോചിച്ചു. ഇതാണ് വളരെ കൃത്യം. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ള ആശയം, ആദർശം. ഇനി നോക്ക്, ഇത് ഫൈസൽ മുസ്ലിയാർ തന്നെ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്, പ്രാർത്ഥന തൗഹീദ്, വിവാദങ്ങളും വസ്തുതകളും. ഇതിൽ ഫൈസൽ മുസ്ലിയാർ തന്നെ ചില ആളുകളുടെ ഉദ്ധരണികൾ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ചിലതൊക്കെ അയാൾ കോട്ടിമാട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്, അതും പറയാം. ഒന്ന് നോക്ക്. അതിനാൽ നമ്മുടെ ശക്തിയിലടങ്ങിയതൊക്കെ നാം പ്രവർത്തിക്കുകയും നമ്മുടെ പ്രവർത്തികൾ ശരിപ്പെടുത്തുന്നതിനും ഫലവത്താകുന്നതിനും നമ്മളാൽ കഴിയുന്നിടത്തോളം പരിശ്രമിക്കുകയും അന്യോന്യം സഹായിക്കുകയും നമ്മുടെ ശക്തിക്കപ്പുറത്തുള്ളതിൽ സർവശക്തനായ അല്ലാഹു തആലയെ ആശ്രയിക്കുകയും ചെയ്യേണ്ടതാകുന്നു. ആ വിഷയത്തിൽ അവനോട് മാത്രം സഹായത്തെ അപേക്ഷിക്കുകയല്ലാതെ മറ്റാരോടും അപേക്ഷിക്കരുത്. വളരെ കൃത്യമല്ലേ? മനുഷ്യരുടെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങളിൽ അള്ളാഹിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ. വക്കം മൗലവിയുടേതാണ് പുസ്തകം. വക്കം മൗലവിയുടെ പുസ്തകത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത കൃതികളിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിച്ചതാണ്. അടുത്തതെടുത്ത് നോക്ക് നിങ്ങൾ. കെ എം മൗലവി എഴുതിയത് വളരെ, അവിടെ ചെറിയ കോട്ടിമാട്ടൽ ഇയാൾ നടത്തിയിട്ടുണ്ട്, ശ്രദ്ധിക്കാം. സാധാരണയായി സൃഷ്ടികളുടെ കയ്യാൽ, അവിടെ പ്രയോഗം സൃഷ്ടികളുടെ കയ്യാൽ നടന്നു വരാറുള്ള കാര്യങ്ങളെ കൊണ്ട് സഹായിച്ചു രക്ഷപ്പെടുത്തുവാൻ എന്നുവച്ചാൽ സാധാരണയായ കാര്യകാരണ ബന്ധം അനുസരിച്ച് പടപ്പുകൾക്ക് കഴിവുള്ള വഴികളാൽ സഹായിച്ച് രക്ഷപ്പെടുത്തുവാൻ അപേക്ഷിക്കുക. ഈ വിധത്തിൽ സൃഷ്ടികളോട് ഇസ്തിഹാസ ചെയ്യൽ ജായിസാണെന്ന് എല്ലാവരും സമ്മതിക്കുന്ന വാസ്തവമാകുന്നു. ഇവിടെ സൃഷ്ടി എന്നാണ് വക്കം മൗലവി ഉപയോഗിച്ചത്. പക്ഷെ അടുത്ത ഭാഗം വായിച്ചു നോക്കൂ നിങ്ങൾ, തൊട്ടടുത്ത വരി. ഈ വിധം ഇസ്തിഹാസയാണ് സൂറത്തു ഖസസിലെ. അപ്പോൾ അദ്ദേഹത്തോട് മൂസാ നബിയോട് തൻ്റെ ശത്രുക്കളിൽപ്പെട്ടവനോട് എതിർത്ത് രക്ഷപ്പെടുത്തുവാൻ അദ്ദേഹത്തിൻ്റെ കക്ഷിയിൽപ്പെട്ടവൻ അപേക്ഷിച്ചു എന്നാണ്. അപ്പം ആരാ അവിടെ സൃഷ്ടികൾ എന്ന് പറഞ്ഞിട്ട് സൂറത്തു ഖസസിലെ 15-ാം വചനത്തിൽ ശത്രുവിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കുടുംബക്കാരൻ മൂസ അലൈഹിസ്സലാമയോട് സഹായം ചോദിച്ചതിനെ കുറിച്ചാണ് ആര് പറയുന്നത്? കെ എം മൗലവി പറയുന്നത്. അപ്പോൾ അവിടെ സൃഷ്ടി ആരാ? മൂസ അലൈഹിസ്സലാമയാണ്, അഥവാ മനുഷ്യനാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്നാണ് 28:15 എന്ന ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ സൃഷ്ടികളോട് അപേക്ഷിക്കുന്നത്, ഇவ்விധം ഇസ്തിഹാസ ചെയ്യുന്നത് ശറയിൽ ജായിസ് അല്ലെന്നും ശറ അറിയുന്ന ആരും പറയുകയില്ല. അവിടെ ഈ സൃഷ്ടികളോട് എന്നാ പ്രയോഗിച്ചേ. പക്ഷെ അവിടെ മൂസ അലൈഹിസ്സലാമയോടുള്ള സഹായത്തേട്ടത്തെയാണ് സൃഷ്ടികളോടുള്ള സഹായത്തേട്ടം എന്ന് വക്കം മൗലവി വിശദീകരിച്ചേ. ഇത് മറച്ചു വെച്ചിട്ട് കണ്ടോ സൃഷ്ടികളോട് സഹായം തേടാമെന്ന് വക്കം മൗലവി പറഞ്ഞിട്ടുണ്ട് എന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇനി വീണ്ടും AP അബ്ദുൽ ഖാദർ മൗലവിയുടെ ഇത് നോക്ക് നിങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യത്തിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാതെ പ്രപഞ്ചത്തിൽ ആരാധ്യനായി മറ്റാരും തന്നെയില്ല എന്നാകുന്നു. മനുഷ്യ ശക്തിക്ക് അധീനമല്ലാത്തതും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവുമായ കാര്യങ്ങൾക്കായി
സർവ്വതിൻ്റെയും പ്രഥമ കാരണമായ അള്ളാഹുവിനെ മാത്രമേ ആശ്രയിക്കാവൂ എന്നും കാര്യകാരണ ബന്ധത്തിൻ്റെ പരിധിക്കപ്പുറമായി സ്ഥിതി ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുവാൻ അർഹതയുള്ളവൻ സാക്ഷാൽ ദൈവമായ അള്ളാഹു അല്ലാതെ മറ്റു യാതൊന്നും തന്നെയില്ല എന്നുമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. തൗഹീദ് പേജ് 24 ആലോചിച്ച് നോക്ക്. അപ്പോൾ എ പി അബ്ദുൽ ഖാദർ മൗലവിയും പറഞ്ഞ എന്താ? മനുഷ്യ ശക്തിക്ക് അധീനമല്ലാത്തത് അഥവാ മനുഷ്യ കഴിവിനപ്പുറത്തുള്ളത്. സെയ്ദ് മൗലവിയും ഇതേ രീതി തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അമാനി മൗലവിയും ഇത് തന്നെ എഴുതിയത്. പക്ഷെ അമാനി മൗലവിയുടെ ഇതിൽ അദ്ദേഹം ചില കൈക്കടത്തലുകൾ വരുത്തി. എന്ന് വെച്ചാൽ സൂറത്തു ഫാത്തിഹയുടെ വിശദീകരണത്തിൽ ഇയ്യാക നസ്തഈൻ എന്ന് വിശദീകരിക്കുന്നിടത്ത് അമാനി മൗലവി പറഞ്ഞ എല്ലാ ഭാഗവും കൊടുത്തില്ല. ഫൈസൽ മുസ്ലിയാർ കൊടുത്ത ഭാഗം മാത്രം കേട്ടോളൂ നിങ്ങൾ. എന്നാൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തതും അദൃശ്യമാർഗത്തിലൂടെ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടതുമായ കാര്യങ്ങളിൽ അവനോട് മാത്രമേ സഹായം തേടാവൂ എന്നതിൽ സംശയമില്ല. അത്തരം കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആരോടും സഹായം അർത്ഥിക്കുന്നത് കേവലം നിരർത്ഥകമാണെന്നും മാത്രമല്ല അത് ശിർക്കും സൃഷ്ടികൾക്ക് ദിവ്യത്വം കൽപ്പിക്കലുമാകുന്നു. വിശുദ്ധ ഖുർആൻ വിവരണം 1:113 4 വാള്യങ്ങളിലുള്ളതിൽ 1-ാം വാള്യം 113-ാമത്തെ പേജിൽ ഇത്രേ കൊടുത്തോളൂ. പക്ഷേ അവിടെ ആകെ ഇവർ കൊടുത്തിട്ടുള്ളത് 5 വരിയാണ്. എന്നാൽ ആ പാരഗ്രാഫ് 10-15 വരിയുണ്ട്. ആ പാരഗ്രാഫ് അതിൽ വളരെ കൃത്യമായി അമാനി മൗലവി പറയുന്നത് ഞാൻ വായിച്ചുതരാം. ഇപ്പറഞ്ഞതിൽ നിന്ന് സൃഷ്ടികളോട് യാതൊരു കാര്യത്തിലും സഹായം അർത്ഥിക്കേണ്ടതില്ലെന്നോ അർത്ഥിച്ചുകൂടാ എന്നോ ധരിക്കേണ്ടതില്ല. അള്ളാഹു പറയുന്നു, തആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യകരമായതും ഭയഭക്തിയിലും സൂക്ഷ്മത പാലിക്കുന്നതിലും നിങ്ങൾ അന്യോന്യം സഹായം നൽകുവീൻ. മായിദ. എന്നിട്ട് നോക്ക്, ആരാ സൃഷ്ടി? മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള കഴിവിൽപ്പെട്ടതും നല്ലതുമായ ഏതു കാര്യങ്ങളിലും പരസ്പര സഹായ സഹകരണം ചെയ്യണമെന്ന് സാരം. അപ്പം എന്താ അവിടെ സൃഷ്ടികളുടെ കഴിവ് പറഞ്ഞാൽ? മനുഷ്യന് നൽകപ്പെട്ട കഴിവ്. എന്നിട്ട് നോക്ക് നിങ്ങൾ, ഇത് തെറ്റല്ലെന്നു മാത്രമല്ല ചിലപ്പോൾ അത്യാവശ്യവും ചിലപ്പോൾ അനിവാര്യവും കൂടിയായിരിക്കും. ദുൽഖർനൈനി അലൈഹിസ്സലാം പോലും യഅ്ജൂജ് മഅ്ജൂജിൻ്റെ പ്രവേശനം തടയാനുള്ള അണക്കെട്ട് നിർമ്മാണത്തിൽ ജനങ്ങളോട് അഈനുനി ബിഖുവ്വത്തിൻ, ശക്തി നൽകി നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടതായും അവർ ഇരുമ്പുകട്ടികളും മറ്റും നൽകി സഹായിച്ചതായും സൂറത്തു കൗഫിൽ അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. അപ്പം ആരാ ഇവിടെ സൃഷ്ടി? ദുൽഖർനൈനി ആരോടാ? ജിന്നിനോടാ സഹായം തേടിയത്? മലക്കിന് നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്ന് ചോദിച്ചതാണോ? ജനങ്ങളോട് പറഞ്ഞു അഈനുനി ഖുവ്വത്തിൻ. ഇത് പറഞ്ഞിട്ടാണ് അമാനി മൗലവി വിശദീകരിക്കുന്നത് എന്നാൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് എന്ന് പറഞ്ഞിട്ട്. അതാരാ സൃഷ്ടി? അപ്പം മനുഷ്യ കഴിവാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ആ മനുഷ്യ കഴിവിൽപ്പെട്ട കാര്യങ്ങൾക്കപ്പുറം അഥവാ മനുഷ്യ കഴിവ് അവസാനിക്കുന്നിടത്ത് പിന്നീട് മനുഷ്യൻ രക്ഷ തേടേണ്ടത്, സഹായം തേടേണ്ടത് ഏകനായ അള്ളാഹുവിനോട് മാത്രമാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശം. ഈ ആദർശത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആദർശത്തിൽ എന്ത് ചെയ്തു? ഫൈസൽ മുസ്ലിയാർ അടക്കമുള്ള TK അഷ്റഫിൻ്റെ നേതൃത്വത്തിലുള്ള വിസ്ഡം ടീം എന്ത് ചെയ്തു? വെള്ളം ചേർത്തു. എന്തിനാണ്? ജിന്നിനോടും മലക്കുകളോടും അവർക്ക് നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്ന് ചോദിക്കാം എന്നതിന്. അതുകൊണ്ട് തന്നെ സമസ്തക്കാർ വരെ അവരെ ഇന്ന് സ്വാഗതം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സമസ്തക്കാരുടെ ചോദ്യം, എന്തെങ്കിലും നമ്മളും തമ്മിലുള്ള വ്യത്യാസം? നമ്മളെടുത്തുള്ളതൊക്കെ നിങ്ങൾ തുടങ്ങിയില്ല. എത്രത്തോളം ജിന്നു കൂടൽ വരെ നിങ്ങൾക്ക് എത്തിപ്പെട്ടില്ലേ? നിങ്ങൾ ഇങ്ങോട്ട് പോരി. എന്നിട്ട് ഫൈസൽ മുസ്ലിയാർ പരപ്പനങ്ങാടിയിലിട്ട ക്ലിപ്പുണ്ട്. ഈ മനുഷ്യ കഴിവിനപ്പുറത്തുള്ളത് എന്നത് അലിമദനി കണ്ടെത്തിയ പുതിയൊരു വാദമാണ്. അതിനും മുസ്ലിയാർ മറുപടി പറയുന്നുണ്ട്. ഇപ്പൊ എന്തായെന്നറിയോ? അവസാനം ഒന്നും കൂടി ഇട്ട് ഞാൻ നിർത്തുകയാണ്. ഇവര് മാറി മാറി എവിടെ എത്തിയെന്നറിയോ? ഞാൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളതിനൊരു അർത്ഥം പറഞ്ഞില്ലേ?
അതുപോലും അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് വരുത്തി. എല്ലാ മുജാഹിദീങ്ങളും ഇതുവരെ പറഞ്ഞിരുന്നത് മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ളത് അത് അള്ളാഹിനോട് മാത്രം ചോദിക്കുക, മറ്റേത് നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക എന്ന് ഇതുവരെ പറഞ്ഞിരുന്നത്. അതുപോലും മാറ്റിവെച്ചു. വിസ്ഡം മുജാഹിദുകൾ എങ്ങൾക്ക് ഇതാ കവാടം ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നു, നിങ്ങളിങ്ങോട്ട് പോരി ഒരു എന്താണ് നമ്മൾ നമ്മളെ തർക്ക വ്യത്യാസം? എന്തിനു വേണ്ടിയിട്ടാണ്? തവസ്സുലും നിങ്ങൾ അംഗീകരിച്ചു, ഇസ്തിഗാസയും നിങ്ങൾ അംഗീകരിച്ചു, കണ്ണേറും നിങ്ങൾ അംഗീകരിച്ചു, തബറുക്കും നിങ്ങൾ അംഗീകരിച്ചു, ജിന്ന് ചികിത്സയും നിങ്ങൾ അംഗീകരിച്ചു. ഇനി എന്താ നിങ്ങൾ അംഗീകരിക്കാൻ ബാക്കിയുള്ളത്? അതൊന്ന് കേട്ടോക്കൂ. അപ്പൊ യഥാർത്ഥത്തിൽ മുജാഹിദീങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏത് വിഷയത്തിലും പടച്ചറബിനോടല്ലാത്ത തേട്ടമില്ല. പറഞ്ഞോ, മനുഷ്യ കഴിവിന് അപ്പുറമുള്ള അല്ലാണ്ട് മാത്രം എന്താ പോരാ, ഇപ്പുറമുള്ളതും അല്ലാണ്ട് ചോദിക്കണം, ഇപ്പുറമുള്ളതും അല്ലാണ്ട് ചോദിക്കണം. അവിടെ അബദ്ധം പറ്റിയത് അനിമതിന് പറഞ്ഞെന്താ എന്ന് പറഞ്ഞാൽ മനുഷ്യ കഴിവിന് അതീതമായത് അല്ലാണ്ട് മാത്രമേ ചോദിക്കുള്ളൂ എന്നാണ്. അല്ല അലിമതിന്റെ ഇവിടെ പരപ്പനങ്ങാടി കണ്ടുപിടുത്തം അത് ഈ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായ കാലം മുതൽ ഇത്ര കാലം വരെ ഞങ്ങളൊക്കെ അത് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇപ്പൊ ഇതാ പുതിയ വാദവുമായിട്ട് ഫൈസൽ മൗലവി മുജാഹിദ് ആയിക്കണ്ട് പറയണ്ട, സുന്നിയിലേക്കിട്ട് പോര്. അല്ല അലിമതിന്റെ ഇവിടെ പരപ്പനങ്ങാടി കണ്ടുപിടുത്തം അത് ഈ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായ കാലം മുതൽ ഇത്ര കാലം വരെ ഞങ്ങളൊക്കെ അത് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇപ്പൊ ഇതാ പുതിയ വാദവുമായിട്ട് ഫൈസൽ മൗലവി മുജാഹിദ് ആയിക്കണ്ട് പറയണ്ട, സുന്നിയിലേക്കിട്ട് പോര്. കേട്ടല്ലോ. അപ്പം ഞങ്ങൾ സുന്നികൾ മുജാഹിദ് പണ്ഡിതന്മാരിൽ നിന്ന് ഈ കാലം വരെ കേട്ടതെന്താ? വയ്യാക്ക നസ്തഈൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങളിൽ അള്ളാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ. അത് പുതുതായി കണ്ടുപിടിച്ചതൊന്നുമല്ല. ഇനി ഇങ്ങോട്ട് പോരി മുസ്ലിയാരെ എന്നാണ്. യഥാർത്ഥത്തിൽ ടി.കെ. അഷ്റഫിനും ടീമിനും നല്ലത് അതാണ്. വെറുതെ ഇതിനു വേണ്ടി സ്റ്റേജ് കെട്ടിയിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, യഥാർത്ഥ മുജാഹിദുകളെ എതിർക്കേണ്ടതില്ല. മറിച്ച് ആ സമസ്തക്കാരോടൊപ്പം കൂടി ആ സമസ്തക്കാർ പറയുന്ന ആശയവും ആദർശവുമാണ് നിങ്ങൾ പറഞ്ഞു നടക്കുന്നത്. എത്രത്തോളം എല്ലാ മേഖലയിലും എത്രത്തോളം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതിന് പകരം വരും ചെയ്തു അള്ളാഹ് നൽകിയ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് ചോദിച്ചാൽ എന്നാക്കി മാറ്റി. അതേ രീതിയിൽ ഇവരിപ്പോൾ വാദിക്കുന്നത് എന്തായാലും നിങ്ങൾ സമസ്തക്കാരുടെ ഒരു വാദമാണെന്ത്? ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവാവതാരമാണെന്നോ വിശ്വസിച്ച് വിളിച്ചാലേ ശിർക്കാവുള്ളൂ. പടച്ചവന് പുറമെ ബദരീങ്ങളെ കാക്കണേ, മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നിങ്ങനെ ആരെങ്കിലും വിളിച്ചു തേടുമ്പോൾ ആ മൊഹീദ്ദീൻ ഷെയ്ഖോ ബദരീങ്ങളോ അത്തരത്തിലുള്ള ആളുകളോ ദൈവമാണെന്ന് വിശ്വസിക്കണം, അല്ലെങ്കിൽ ദൈവാവതാരമാണ് എന്ന് വിശ്വസിക്കണം, അല്ലെങ്കിൽ ദൈവപുത്രനാണ് എന്ന് വിശ്വസിച്ച് അങ്ങനെ വിളിച്ചാലേ ശിർക്കാവുള്ളൂ എന്നാണ് ഖുറാഫികൾ സമസ്തക്കാർ വാദിക്കാറുള്ളത്. ആ വാദത്തിലേക്ക് ഏകദേശം ഇവരിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരിപ്പോൾ വാദിക്കുന്നത് എന്താണ്? ഹാലിറായ ജിന്നിനോട് ചോദിച്ചാൽ എന്തല്ല, ഷിർക്കല്ല. എന്നാൽ വായിബായ ജിന്നിനോട് ചോദിച്ചാൽ എന്താണ്, ഷിർക്കാണ്. എടത്തനാട്ടുകരയിൽ പ്രസംഗിച്ചപ്പോൾ മാലിക് സലഫി ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. പ്രാർത്ഥന, ആരാധന. വയനാട്ടിലേക്ക് ഒരാൾ വണ്ടി വിളിച്ചു പോയി. ചുരത്തിൽ നിന്ന് ഡ്രൈവറുടെ അടുക്കൽ നിന്ന് വണ്ടിയുടെ നിയന്ത്രണം പോയി. ആ നിയന്ത്രണം പോയഞ്ഞാൽ ആരോടെ ചോദിക്കാൻ പറ്റുള്ളൂ? അള്ളാഹിനോടെ ചോദിക്കാൻ പറ്റുള്ളൂ. അത് അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹ്ക്കുള്ള പ്രാർത്ഥനയാണ്, ആരാധനയാണ്. അല്ലാത്തവരോട് ചോദിച്ചാൽ അത് അള്ളാഹു അല്ലാത്തവർക്കുള്ള ആരാധനയും പ്രാർത്ഥനയുമാണ് എന്ന്. ഈ ക്ലിപ്പിട്ടിട്ട് ഞാൻ പരപ്പനങ്ങാടിയിൽ ഫൈസൽ മുസ്ലിയാരോട് ചോദിച്ചു, ഫൈസൽ മുസ്ലിയാരെ, ഇവിടെ ഈ വണ്ടിയുടെ നിയന്ത്രണം പോയ സമയത്ത് അള്ളാനെ വിളിക്കുന്നതിന് പകരം ഒരാൾ ഹാലിറായ ജിന്നുണ്ട് എന്ന ആ വിചാരത്തോടു കൂടി ജിന്നിനെ വിളിച്ചാൽ എന്താ നിങ്ങളുടെ അഭിപ്രായം? ഹാലിറായ ജിന്നുണ്ട് എന്ന ചിന്തയോടുകൂടി ജിന്നിനെ വിളിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഷിർക്കാണ്, യാതൊരു സംശയവും ഇല്ലാന്ന്. ആദ്യം അതൊന്ന് കേൾക്കി നിങ്ങൾ. വണ്ടിയുടെ നിയന്ത്രണം വിട്ടു, ഈ ഡ്രൈവറോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, അള്ളാഹിനോട് ചോദിക്കണം. അത് അള്ളാഹ്ക്കായാൽ അള്ളാഹ്ക്കുള്ള ആരാധനയും പ്രാർത്ഥനയുമാണ്. അള്ളാഹു അല്ലാത്തവരിലേക്കായാൽ അവർക്കുള്ള ആരാധനയും അതോടൊപ്പം തന്നെ അത് ഷിർക്കുമാണ് എന്ന്. ശരി, ഫൈസൽ മുസ്ലിയാരെ അല്ലെങ്കിൽ മാലിക് സലഫി പറയും, ഇവിടെ ഹാലിറായ ജിന്നുണ്ട് എന്നൊരാൾ വിചാരിച്ചിട്ട് ആ ജിന്നിനോട് രക്ഷിക്കണേ എന്ന് തേടിയാൽ എന്താണ് ഈ നോക്കുന്നത്? അത് ഹാലിറ ജിന്ന ഹാലിറ ഇൻസാണ് ഷിർക്കാണ്. ഹാലിറ ഇൻസാണ് ഷിർക്കല്ല. അത്
കണ്ണ് നിയന്ത്രണം വിട്ടു, എല്ലാം കഴിഞ്ഞു. പിന്നെ ഉള്ളുന്ന തേട്ടണ്ട്, അതാ ഉള്ളുന്ന തേട്ടം വരാണ്ട് അത് ഹാജർ അടിമതി ഉണ്ടെങ്കിലോ മൂപ്പറും ചോദിക്കാൻ പറ്റില്ല. അപ്പോഴും ചുരുക്കന്നെയാണ്. എന്തിനാ ജിന്നിമുഖമാണ്? ക്ലിയർ ആണല്ലോ. ഹാദിറായ ജിന്നിനോട് ചോദിച്ചാലും എന്തെന്നെയാണ്? ഷിർക്ക് തന്നെയാണ്. കാരണം വണ്ടി നിയന്ത്രണം വിട്ടു, ഇനി നിയന്ത്രിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഹാദിറായ അലിമതൻ ഉണ്ടെങ്കിൽ ചോദിച്ചാലും എന്തെന്നെയാണ്? ഷിർക്ക് തന്നെ. എന്നാൽ ഇതേ ഫൈസൽ മുസ്ലിയാർ തൊട്ടടുത്ത് പറയുന്ന വേറൊരു വാദം കേട്ടു നോക്കൂ നിങ്ങൾ. അതിൽ ഹാദിറായി വന്നാലാണ് പറഞ്ഞത്. അതാണ് പി എൻ അബ്ദുൽ സിഫത്ത് കൊടുത്ത കത്തിലുള്ളത്. ഹയ്യും ഹാദിറും ഖാദിറുമായവനോട് കുദറത്തിൽപ്പെട്ട കാര്യം ചോദിച്ചാലോ അതും ഹറാമാണ്. അത് പ്രാർത്ഥന അല്ല, പക്ഷെ ഹറാമാണ്. ഹയ്യിനോടാണ് ഹാദിറിനോടാണ് കഴിയുന്ന കാര്യമാണ് എങ്കിൽ പ്രാർത്ഥനയല്ല. കേട്ടല്ലോ. അതേ ഫൈസൽ മുസ്ലിയാർ ഹാദിറായ ജിന്നിനോട് വണ്ടിൻ്റെ നിയന്ത്രണം വിട്ടാൽ ഹാദിറായ ജിന്നിനോട് ചോദിച്ചാൽ അത് ചോദ്യം ശിർക്കാണ് എന്ന് പറഞ്ഞ ഫൈസലാണ് പിന്നെ പറയുന്നത് എന്ത്? ഹാദിറായ ജിന്നിനോട്, ഹയ്യായ ജിന്നിനോട്, ഖാദിറായ ജിന്നിനോട് ആ കുദറത്തിൽപ്പെട്ടത് ചോദിച്ചാൽ എന്തല്ല? ഷിർക്കല്ല, അത് ഹറാമേ ആകൂന്ന്. എവിടെ എത്തി ഇവരുടെ ആദർശം? ഇനി നോക്ക് നിങ്ങൾ, അവിടെ ഹാദിറാണ് എന്നറിയാൻ എന്താ മാർഗം? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ജിന്നുവർഗം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി ഗൈബിയാണ്. ആ ജിന്ന് ഉണ്ട് എന്ന് അറിയണമെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വഹി ലഭിക്കേണ്ടതുണ്ട്. വഹിയില്ലാതെ ഒരിക്കലും ജിന്നിൻ്റെ സാന്നിധ്യം അറിയാനോ മറ്റോ അറിയില്ല. എത്രത്തോളം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അദ്ദേഹത്തിൻ്റെ ചുറ്റിലും വന്ന് ജിന്നുകൾ പരിശുദ്ധ ഖുർആൻ കേട്ടുപോയി എന്ന് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു ജിന്നിലെ 1-ാമത്തെ വചനം എന്താ? കുൽ ഊഹിയ ഇലയ്യ അന്നഹുസ്തമഅ നഫറും മിനൽ ജിന്ന്. പ്രവാചകരെ പറഞ്ഞേക്കുക, എനിക്ക് വഹ്യ് കിട്ടിയിട്ടുണ്ട്. എന്ത് വഹ്യ് കിട്ടിയിട്ടുണ്ട്? അന്നഹുസ്തമഅ നഫറും മിനൽ ജിന്ന്, ഒരു സംഘം ജിന്നുകൾ വന്ന് പരിശുദ്ധ ഖുർആൻ കേട്ടുപോയിട്ടുണ്ട്. അങ്ങനെ അവർ പറഞ്ഞു, ഇന്നാ സമഅന ഖുർആനൻ അജബ. ഞാൻ കണ്ടു എന്നല്ല റസൂലുള്ള പറഞ്ഞേ. പിന്നെന്താ പറഞ്ഞേ? എനിക്ക് വഹ്യ് കിട്ടിയിട്ടുണ്ട് എന്ന്. കാരണം എന്തേ? വഹയിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ജിന്നുകളെ കുറിച്ച് അറിയാൻ ഒരു മാർഗവും മനുഷ്യൻ്റെ മുമ്പിലില്ല. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി ഗൈബിയാണ് ആ ജിന്നുകൾ. അമാനി മൗലവിയുടെ തഫ്സീറിലും അതുപോലെ തന്നെ ഉമർ മൗലവിയിലെ തർജുമാനുൽ ഖുർആനിലൊക്കെ ഈ കാര്യം ആവർത്തിച്ച് പല അധ്യായങ്ങളിലും വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെയാണ് അടിസ്ഥാന പ്രശ്നം. എന്താണ്? മനുഷ്യ കഴിവിനപ്പുറത്തുള്ളത് പടച്ചവനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശത്തെ മാറ്റിമറിക്കുകയും, എന്നാൽ ആ അടിസ്ഥാനത്തെ മാറ്റിമറിച്ചിട്ട് അവിടെ ജിന്നുകളെയും മലക്കുകളെയും കുടിയിരുത്താൻ ശ്രമിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ നിരവധി ആയത്തുകൾക്ക് എതിരാണ് ഈ ആയത്ത്, ഇവരുടെ ഈ വാദം. സൂറത്തുർ റഅദിലെ 14-ാമത്തെ വചനം പരിശോധിച്ചു നോക്ക് നിങ്ങൾ. ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന തദ്ഉന മിൻ ദൂനി. അവനു മാത്രമാണ് പ്രാർത്ഥനക്കർഹനായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പ്രാർത്ഥനക്കർഹൻ അള്ളാഹു മാത്രമാണ്. എന്നാൽ ആ അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, ഒരു കാര്യത്തിലും അവർ ഉത്തരം ചെയ്യുകയില്ല. ഒരു കാര്യത്തിലും എന്ത് ചെയ്യൂല? ഉത്തരം ചെയ്യൂല. ഇല്ലക ബാസിതി കഫൈലൽ മാ, വെള്ളത്തിലേക്ക് 2 കൈയും നിവർത്തിപ്പിടിച്ചവനെ പോലെയല്ലാതെ. എന്തിനാണ് അയാൾ 2 കൈയും വെള്ളത്തിലേക്ക് നിവർത്തിപ്പിടിച്ചു നിൽക്കുന്നത്? ടാപ്പിൻ്റെ മുമ്പിൽ, തോട്ടിൻ്റെ മുമ്പിൽ 2 കൈയും നിവർത്തിപ്പിടിച്ചു നിൽക്കുന്നു. എന്തിന്? ലി യബ്ലുവ ഫാഉ, തൻ്റെ വായയിൽ ആ വെള്ളം എത്താൻ വേണ്ടി. എന്നാൽ അല്ലാഹ് പറയാ വമാ ഹുവ ബിബാലിഹി, ആ വെള്ളം അവൻ്റെ വായയിലെത്തുകയില്ല. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫി ളലാൽ, സത്യത്തെ നിഷേധിക്കുന്നവരുടെ പ്രാർത്ഥന അങ്ങേറ്റം വഴികേടിലാണ് എന്ന്. അപ്പോൾ ജിന്നുകളോടോ മലക്കുകളോടോ അതല്ലെങ്കിൽ അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ മഹാന്മാരോടോ മുനിമാരോടോ മഹർഷിമാരോടോ ദിവ്യന്മാരോടോ സിദ്ധന്മാരോടോ ഏതൊരു അള്ളാഹു അല്ലാത്ത ഏതൊരു ശക്തിയോട് തേടിയാലും ആ തേട്ടത്തിന് അവരാരും എന്ത് ചെയ്യൂല? ഉത്തരം ചെയ്യുകയില്ല. മാത്രവുമല്ല ആ തേട്ടം ഷിർക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സൂറത്തു ഫാത്തിറിലെ 13-14 വചനങ്ങൾ.
13-ാം വചനത്തിൽ അള്ളാനെ പരിചയപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ സൃഷ്ടാവായ ഏകനായ ആരാധ്യൻ. ലഹുൽ മുൽക്ക്, അവനാണ് സർവാധിപതി. എന്നാൽ വല്ലദീന തദ്ഉന മിൻ ദൂനി, അവന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ ലാ യംലികൂന മിൻ ഖിത്മീർ, ഒരു കാരക്കക്കുരുവിൻ്റെ പാട പോലും ഉടമപ്പെടുത്താൻ കഴിയാത്തവരാണ്. ആ റബ്ബിന് പുറമെ വൈബിയായി ഞങ്ങളെ സഹായിക്കുമെന്ന് കരുതി നിങ്ങൾ വിളിച്ചു തേടുന്ന ഏതൊക്കെ ശക്തി ഉണ്ടോ, അതിൽ ജിന്ന് പെടും, മലക്ക് പെടും, അമ്പിയാക്കൾ പെടും, ഔലിയാക്കൾ പെടും, ഉസൈർ അലൈഹിസ്സലാം പെടും എന്ന് ഇമാം ഖുർത്തുബി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാവട്ടെ, അവരാരും ഒരു കാരക്കക്കുരുവിൻ്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. അടുത്തത് ഇൻ തദ്ഉഹും, നിങ്ങൾ അവരോട് തേടിയാൽ, ആയത്തിൻ്റെ 14-ാമത്തെ ആയത്ത്, നിങ്ങൾ അവരോട് തേടിയാൽ ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ തേട്ടം അവർ കേൾക്കില്ല. വലൗ സമിഉ, അവർ കേട്ടാലും മസ്തജാബുലക്കും, നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ പരലോകത്തിൽ നിങ്ങൾ ചെയ്ത ഷിർക്കിനെ അവർ എന്ത് ചെയ്യും, നിഷേധിക്കുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുക, ബോധ്യപ്പെടുത്തുകയാണ്. ഇത് അള്ളയാണ് നമ്മെ പഠിപ്പിച്ചു തരുന്നത് എന്ന്. അപ്പം ഹാളിറാണെങ്കിലും ജിന്നുകളോട് തേടിയാൽ ആ തേട്ടൻ ഷിർക്ക് തന്നെയാണ്, അല്ല എന്നാണ് ടി.കെ. അഷ്റഫ് നേതൃത്വം നൽകുന്ന വിസ്ഡം ടീമിൻ്റെ ആശയവും ആദർശവും. ഇനി നോക്ക്, അവരുടെ ഒരു പണ്ഡിതൻ, ഈ ക്ലിപ്പും കൂടി കേട്ട് നമുക്ക് നമസ്കരിക്കാൻ പോകാവുന്നതാണ്. അവരുടെ ഒരു പണ്ഡിതൻ യാ ഇബാദല്ലാ എന്ന് പറയുന്ന ഹദീസിനൊന്ന് വിശദീകരിക്കുന്നത് കേട്ടു നോക്ക് നിങ്ങൾ. തന്നെയും അവിടെ അള്ളാഹുവിന് ചില മലക്കുകളുണ്ട്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ അവരുണ്ട്. അവർ ആ പണിക്കായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ അവിടെ പോയി അള്ളാഹുവിന്റെ അടിമകളെ ഇബാദല്ലാഹി അഗീസൂനി എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ സഹായിക്കും. അപ്പോ ആ അവിടെയുള്ള ആളുകൾക്ക്, ഏതാളുകൾക്ക്, മലക്കാവട്ടെ ജിന്നാവട്ടെ, അത്തരത്തിലുള്ള ആളുകൾക്ക് പ്രത്യേകമായ കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവർ അത് സഹായിക്കുന്നു. അതുകൊണ്ട് അത് ചോദിക്കൽ എന്തല്ല, ശിർക്ക് എന്ന് പറയാൻ പറ്റൂല. അത് ശിർക്കിന്റെ ഗണത്തിൽ വരുന്ന ഒരു കാര്യമല്ല. കാരണം എന്താണ്, അവിടെ ആളുകളുണ്ട്, അവർ ഹാജറുള്ള ആളുകളാണ്. അവർ ആ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയുന്ന, അല്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം ചോദിക്കേണ്ടുന്ന ഒരു കാര്യമല്ല അവിടെ കേട്ടല്ലോ നിങ്ങൾ. അപ്പൊ വിജനപ്രദേശത്തെത്തിയാൽ യാ ഇബാദല്ലാ അഅ്യുനീനി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി പ്രത്യേകം ജിന്നുകളെയും മലക്കുകളെയും അള്ളാഹ് അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്താ തെളിവ്? ഓൻ്റെ തൊള്ള. വേറെ ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, സുന്നത്തിലുണ്ടോ? ഇല്ല. ഞാൻ പറയാണ്, അവിടെ അള്ളാഹ് ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ സഹായിക്കും, അതുകൊണ്ട് തേടിക്കോളി എന്ന്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ മനുഷ്യന്റെ കഴിവ് അവസാനിക്കുന്നിടത്ത് ആരോടാണ് തേടേണ്ടത്? ഹുസൈൻ സലഫി പറഞ്ഞിട്ട് നമുക്ക് നിസ്കരിക്കാൻ പിരിയാം. അതുകൊണ്ട് മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്ന് പറയുന്ന ഒരൊറ്റ ശക്തി, നമ്മുടെ കഴിവുകൾ അവസാനിക്കുന്ന ഒരു സ്ഥലത്ത് എവിടെ വെച്ചാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ കഴിവുകൾ അങ്ങോട്ട് അവസാനിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് വിളിക്കാവുന്ന, അവലംബിക്കാവുന്ന പവറുള്ള ഒരൊറ്റ ശക്തിയേ ഉള്ളൂ. അവിടെ മലക്കുമില്ല, ജിന്നുമില്ല, അമ്പിയാക്കളുമില്ല, ഔലിയാക്കളുമില്ല, ആരുമില്ല, അല്ലാഹു മാത്രം. അതാണ് വളരെ കൃത്യമായി ഇസ്ലാമിന്റെ വിശ്വാസം. ആ വിശ്വാസത്തിലൂടെയാണ് മുസ്ലിം പോകുന്നത്. കേട്ടല്ലോ, ആ വിശ്വാസത്തിലൂടെയാണ് മുസ്ലിം പോകുന്നത്. ടി.കെ. അഷ്റഫ് അല്ല, മുസ്ലിമിന്റെ പോക്ക് അങ്ങനെ ആയിരിക്കണം. ആരാ? ടി.കെ. അഷ്റഫിന്റെ കൂടെയുള്ള ഹുസൈൻ സലഫി മുജാഹിദായിരുന്ന കാലത്ത് പ്രസംഗിച്ചതാണ്. പക്ഷെ ഇത് കാരാ മൂസ സലായി അംഗീകരിക്കുക, അല്ലെങ്കിൽ അംസക്കുട്ടി അംഗീകരിക്കുക? ഇന്ന് ഇവർ ഇത് അംഗീകരിക്കുന്നില്ല. അവിടെയാണ് നമ്മൾ പറയുന്നത്, മനുഷ്യ കഴിവിനപ്പുറം മനുഷ്യൻ തേടേണ്ടത് റബ്ബിനോട് മാത്രമാണ് എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശത്തിൽ ഇവർ കത്തിവെക്കുകയും അതിനെ പൊളിച്ചടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇവർ പേരിൽ പോലും മുജാഹിദില്ലാതെ ഞങ്ങളാണ് മുജാഹിദുകൾ എന്ന് പറഞ്ഞു നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം വിശദീകരിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പം നമ്മൾ സൂചിപ്പിച്ചത്, മുജാഹിദ് പ്രസ്ഥാനം
പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ യഥാർത്ഥ തൗഹീദിൽ നിന്ന് വ്യതിചലിക്കുകയും ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തമായ തൗഹീദിനെ തന്നെ പൊളിക്കുകയും ചെയ്ത ടീമാണ് ടി.കെ. അഷ്റഫിൻ്റെ നേതൃത്വത്തിലുള്ള വിസ്ഡം ടീം എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അല്ല എങ്കിൽ അത് സ്ഥാപിക്കേണ്ട ബാധ്യത അവർക്കാണുള്ളത്. കാരണം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന ആ തൗഹീദിൻ്റെ അടിസ്ഥാനം അവിടെ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള സഹായത്തേട്ടം അള്ളാഹുവിനോട് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം അതാണ്. മുജാഹിദ് പ്രസ്ഥാനവും അങ്ങനെ തന്നെയാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത്. നമ്മളത് കേട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഹുസൈൻ സലഫി അവസാനം സംസാരിച്ചതും നമ്മൾ കേട്ടു. ഇനി നോക്കുക, അതേ രീതിയിൽ തന്നെ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരിനോടൊരു ചോദ്യമുണ്ട്. അത് ഫോണിലുള്ള ചോദ്യമാണ്. അല്ല, ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കല്ലേ? അത് ഹാലിറായ ജിന്നിനോടായാലോ എന്ന്. അതൊന്ന് കേട്ടു നോക്ക് നിങ്ങൾ. ജിന്നിനോടുള്ള സഹായത ശിർക്കാണ്, ശിർക്കല്ലേ യഥാർത്ഥത്തിൽ? ഒരു സംശയമില്ല ശിർക്കാണ്. യാതൊരു സംശയമില്ല, ശിർക്കാണ്. നിങ്ങൾ ലോകത്ത് ആരെങ്കിലും അത് ശിർക്കല്ല എന്ന് ഇവിടെ ആരോപിക്കുന്ന ആളുകൾ എഴുത്തുമൂലമോ വാക്കുമൂലമോ പറഞ്ഞ ഏതെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരാൻ അവർക്ക് കഴിയുമെങ്കിൽ അവർ കൊണ്ടുവരും. കേട്ടല്ലോ, ജിന്നിനോടുള്ള സഹായത്തേട്ടം ശിർക്കാണ്. ലോകത്ത് ആരെങ്കിലും അത് ശിർക്കല്ല എന്ന് എഴുത്തുമൂലമോ വാക്കുമൂലമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ പറയുന്ന കൂടെയുള്ള ഫൈസൽ മുസ്ലിയാരും ടീമും തന്നെയാണ്. ഇപ്പോഴും ടി.കെ. അഷ്റഫും ഒക്കെയാണ് ജിന്നുകളോടുള്ള സഹായത്തേട്ടം വിജനപ്രദേശത്ത് എത്തിപ്പെട്ടാൽ ഹാലിറായ ജിന്നിനോട് എനിക്ക് വഴി കാണിച്ചു തരണമേ, എന്നെ സഹായിക്കണമേ എന്ന് തേടിയാൽ ശിർക്കല്ല എന്ന് പ്രചരിപ്പിക്കുന്നത്. 2007 മുതൽ അത് പ്രചരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മൗലവിയാണ്. ഇസ്ലാഹിലൂടെ ആ കാര്യം എഴുതി. അന്നു മുതൽ നമ്മൾ ഈ കാര്യം സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അന്ന് ഇവർ ഒന്നായിരുന്നു. അതിന് 2007 മുതൽ 5 വർഷം നമ്മൾ നിരന്തരം ഈ കാര്യം പറഞ്ഞപ്പോൾ 2012 കൂടി ഇവരെന്ത് ചെയ്യേണ്ടി വന്നു? ഔട്ടാവേണ്ടി വന്നു. ഈ സംഘടന ടി.കെ. അഷ്റഫിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംഘടന ഉണ്ടായതു തന്നെ എന്തിനുണ്ടായത്? മറ്റൊന്നിനുമല്ല, ജിന്നുകളോടുള്ള സഹായത്തേട്ടം. വിജനപ്രദേശത്തെത്തിയാൽ അവിടെയുള്ള ജിന്നിനോട് വഴി അന്വേഷിച്ചാൽ സഹായം തേടിയാൽ അത് ശിർക്കല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. മാത്രവുമല്ല, ലഈഫായ എല്ലാവരും തള്ളിക്കളഞ്ഞ ഒരു ദുർബലമായ ഒരു റിപ്പോർട്ടിനെ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ ടീം രൂപപ്പെട്ടത് തന്നെ. പിന്നെ ഇവർക്കെങ്ങനെ മുജാഹിദ് എന്ന് പറയാൻ പറ്റും? ഇവർ മുജാഹിദുകളല്ല. ഇനി ആലോചിച്ചു നോക്ക്, താജുദ്ദീൻ ഇവരുടെ മറ്റൊരു പണ്ഡിതനാണ്. താജുദ്ദീൻ വളരെ കൃത്യമായി പറയുന്നുണ്ട് ജിന്നുകളോടുള്ള സഹായത്തേട്ടം ശിർക്കാണ്. ആ വൈക്ക് പോണ്ട മക്കളെ എന്നാ പറഞ്ഞു. കേട്ടോക്ക്. പ്രസ്ഥാനം വെച്ചു പുലർത്തുന്ന ലൈനിന്റെ അപ്പുറത്ത് ഒരു ലൈനും നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിൽ ജിന്നിനോട് തേടുന്നവരും മലക്കിനോട് പ്രാർത്ഥിക്കുന്നവരൊന്നുമില്ല. ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണ് എന്ന കേരള ജമിയത്തുൽ ഉലമ വെച്ചു പുലർത്തിയ നിലപാടിന്റെ അപ്പുറത്ത് നമുക്ക് വേറെ നിലപാടുകളില്ല. ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണ് എന്ന കേരള ജമിയത്തുൽ ഉലമ വെച്ചു പുലർത്തിയ നിലപാടിന്റെ അപ്പുറത്ത് നമുക്ക് വേറെ നിലപാടുകളില്ല. ആ ജാതി ചളിക്ക് കൈയിടാൻ എന്റെ കുട്ടികൾ പോണ്ട. കേട്ടല്ലോ, കേരള ജമിയത്തുൽ ഉലമ കൃത്യമായി തീരുമാനിച്ചത് എന്താ? ജിന്നുകളോടുള്ള സഹായത്തേട്ടം ശിർക്കാണ്. അവിടെ ഹാദിറായ ജിന്ന്, വായിബായ ജിന്ന് എന്ന് പറഞ്ഞിട്ടില്ല. അതിൽ നിന്ന് മാറ്റിമറിച്ചിട്ട് തൗഹീദ് പൊളിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വിസ്ഡം ടീം രൂപപ്പെട്ടത്. ടി.കെ. അഷ്റഫാണ് അതിൻ്റെ നേതൃത്വത്തിൽ. എന്നിട്ട് നല്ല ഇസ്തിരിട്ട വാക്കിങ്ങനെ പറയാണ്. അതല്ല വേണ്ടത്. നല്ല തൗഹീദ് ടി.കെ. അഷ്റഫ് പറഞ്ഞതുണ്ട് മുമ്പ് മുജാഹിദായിരുന്ന കാലഘട്ടത്തിൽ. പക്ഷെ ടി.കെ. അഷ്റഫിന് ആ പ്രസംഗം അതേ വാക്കുകളിലൂടെ ഇന്ന് ഇവിടെ വന്ന് നടത്താൻ പറ്റുമോ? അതുപോലെ തന്നെ ടി.കെ. അഷ്റഫ് പറയുന്ന ആ പ്രഭാഷണത്തിലെ ആശയങ്ങൾ ഫൈസൽ മുസ്ലിയാരൊന്ന് ഉൾക്കൊള്ളുക, അതുപോലെ കാര മൂസ സലാഹി അത് ഉൾക്കൊള്ളുക, ഹംസക്കുട്ടി അത് ഉൾക്കൊള്ളുക. ഒന്ന് പറയണം അടുത്ത നിങ്ങളുടെ പ്രോഗ്രാമിൽ. കേട്ടു നോക്കൂ, ടി.കെ. അഷ്റഫ് പഴയ കാലത്ത് മുജാഹിദായിരുന്ന കാലത്ത് പ്രസംഗിച്ചത്. കാണാൻ കഴിയാത്ത ജിന്നുകളോട് മലക്കുകളോട് സഹായം തേടിയാൽ അത് ഏത് വിധത്തിലുള്ള സഹായത്തേട്ടമാണെങ്കിലും, പ്രാർത്ഥനയാകുന്ന സഹായത്തേട്ടമാണെങ്കിലും പ്രാർത്ഥനയല്ലാത്ത സഹായത്തേട്ടാണെങ്കിലും അത് ശിർക്കാണ് എന്നാണ്.
വിശിഷ്യ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയാത്ത മലക്കാകട്ടെ ജിന്നാകട്ടെ ആ ശക്തികളോട് യാതൊരു നിലക്കുള്ള പ്രാർത്ഥനയും പാടില്ല, സഹായതട്ടം പാടില്ല, പ്രാർത്ഥനയുള്ള സഹായം തേട്ടം പാടില്ല, പ്രാർത്ഥനയില്ലാത്ത സഹായം തേട്ടം പാടില്ല, ഭൗതികമായതും പാടില്ല, അഭൗതികമായതും പാടില്ല. അത് എവിടെ ബുദ്ധിമുട്ടിയാലും പാടില്ല. സ്വരത്തിൽ നിന്ന് താഴേക്ക് വീഴുകയാണെങ്കിലും ഒരിക്കലും തന്നെ ജിന്നെ കാക്കണേ എന്ന് വിളിച്ചാൽ, മുഹ്യദ്ദീൻ ശൈഖേ കാക്കണേ എന്ന് വിളിച്ചാൽ അത് ശിർക്കാണ്, കുഫ്റാണ്. മലക്കെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ്, കുഫ്റാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും ഇവിടെ അവകാശം, യാതൊരു സംശയമില്ല. എന്തിന്? ജിന്നെ കാക്കണേ, മലക്കെ കാക്കണേ, മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെയുള്ള വിളിച്ചു തേട്ടം അത് ഷിർക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെ ഹാലിർ വായിബ് എന്നുള്ള വേർതിരിവില്ല. എന്നാൽ ഇന്നോ കഴിഞ്ഞ ഓഗസ്റ്റ് 13 ഇവരുടെ നേതാവ് TK അഷ്റഫിന്റെ നേതാവ് PN അബ്ദുൽ ലത്തീഫ് മദനി ഗൾഫിലുള്ള ചില അറബികൾക്ക് കൊടുത്ത കത്തിലെന്താ പറഞ്ഞത്? ഹാലിറും ഖാദിറും ഹയ്യുമായ ജിന്നിനോട് തേടിയാൽ അതെന്തല്ല, ഷിർക്കല്ല എന്നാ പറഞ്ഞിട്ടുള്ളത്. TK അഷ്റഫ് ആ വാദം അംഗീകരിക്കുന്നുണ്ടോ? TK അഷ്റഫ് മുജാഹിദായിരുന്ന കാലഘട്ടത്തിൽ പറഞ്ഞത് എന്താണ്? ജിന്നുകളോടോ മലക്കുകളോടോ ഔലിയാക്കളോടോ ഉള്ള ഏത് തരത്തിലുള്ള സഹായത്തേട്ടവും അത് ഷിർക്ക് തന്നെയാണ് എന്ന TK അഷ്റഫ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് TK അഷ്റഫ് മാറി. മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തെ പരിശുദ്ധ ഖുർആനിന്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ പഠിപ്പിച്ച ആദർശത്തെ പൊളിച്ചു. ഇനി നോക്ക്, ആരത് പൊളിച്ചത്? ഫൈസൽ മുസ്ലിയാരെ പോലുള്ള ആളുകൾ. ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ എന്താ പറയുക? നിങ്ങൾ വായിബിനോട് തേടിയാൽ അത് ഷിർക്കാണ് എന്ന്. വായിബിനോട് പ്രത്യേകിച്ചും അവർ നടത്തിയിട്ടുള്ള കോഴിച്ചനയിലെ സംവാദമുണ്ട്. ആ സംവാദത്തിൽ വ്യവസ്ഥ എഴുതിയപ്പോൾ ജിന്ന് വർഗം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വായിബാണ് എന്ന് അവർ എഴുതിയിരുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്ന് വർഗം പൂർണ്ണമാണ്, വൈബിയാണ് എന്ന് അവർ എഴുതിയിരുന്നു. അതിനെ നമ്മൾ പരാമർശിച്ചിരുന്നു. ആ പരാമർശം എടുത്തു പറഞ്ഞിട്ട് അവിടെ ഫൈസൽ മുസ്ലിയാർ പറയുന്ന ഒരു വാക്കുണ്ട്, വായിബിനോട് തേടിയാൽ ഷിർക്കാണ് എന്ന്. പ്രത്യേകം ശ്രദ്ധിക്കണം. ജിന്നിനോട് തേടിയാൽ എന്നല്ല, ജിന്ന് വായിബാണെങ്കിൽ ആ വായിബിനോട് തേടിയാൽ ഷിർക്കാണ്. കേട്ടോക്കൂ, വായിബിനോട് തേടിയാൽ അത് ഷിർക്കാണ്. അപ്പൊ ജിന്ന് വായിബല്ലേ, അപ്പൊ ഷിർക്കാകണ്ടേ? അതേ, ജിന്ന് വായിബായാൽ വായിബായ ഷിർക്ക് തന്നെയാണ്. എന്താ സംശയം? കേട്ടല്ലോ, ജിന്ന് വായിബായാൽ വായിബായ ജിന്നിനോട് ഷിർക്ക് തന്നെ തേടുന്നത് ഷിർക്ക് തന്നെയാണ്. അതിനെന്താ സംശയം എന്ന്. അപ്പൊ അവിടെ ചോദ്യമുണ്ട്. എന്താ ചോദ്യം? ഹാലിറായ ജിന്നിനോട് തേടിയാലോ? ഹാലിറായ ജിന്നിനോട് തേടിയാൽ അത് ഷിർക്കല്ല എന്നാണ് ഫൈസൽ മുസ്ലിയാർ ഇന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്നത്. നമ്മളിവിടെ TK അഷ്റഫ് നേരത്തെ പ്രസംഗിച്ചത് എന്താണ്? TK അഷ്റഫ് പ്രസംഗിച്ചത് എന്താ നമ്മൾ കേട്ടല്ലോ. ജിന്നുകളോടോ മലക്കുകളോടോ ഉള്ള ആ സഹായത്തേട്ടം ഏതു തരത്തിലുള്ള സഹായത്തേട്ടമാണെങ്കിലും അതെന്താണ്? ഷിർക്ക് തന്നെയാണ് എന്നാണ് TK അഷ്റഫ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രസംഗിച്ചിട്ടുള്ളത്. അതായിരുന്നു മുജാഹിദുകൾ സമൂഹത്തെ പഠിപ്പിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്ന് അവർ ബഹുദൂരം എന്ത് ചെയ്തു? അകന്നുപോയി. സമൂഹത്തെ ഷിർക്കിലേക്കും കുഫറിലേക്കും നയിക്കുന്നു. എത്രത്തോളം എത്തി? ഷിർക്കിന് ഫലമുണ്ട് എന്ന വാദത്തിലേക്ക് വരെ അവർ എത്തി. ഷിർക്കിന് ഫലമുണ്ട് എന്നതിന് അവർ സൂറത്തു അൻആമിലെ 128 ആയത്താണ് ആദ്യം തെളിവായി പറഞ്ഞത്. ഷിർക്കിന് ഫലമുണ്ട് എന്നല്ല 128 ആയത്തിൽ പഠിപ്പിക്കുന്നത്. നമുക്ക് വളരെ കൃത്യമായി അമാനി മൗലവിയുടെ പരിഭാഷ വായിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടും. ഇതൊന്ന് വായിക്കണം ശരിക്ക്. ഞാൻ ഇവിടെ ഇനി കാര മൂസയാണോ ആ അംസക്കുട്ടി ആരാ വരുന്നത് വെച്ചാൽ, നിങ്ങൾ ഷിർക്കിന് ഫലമുണ്ട് എന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ഓതുന്ന സൂറത്തു അൻആമിലെ 128 ആയത്ത്, യാ മാശറൽ ജിന്ന് ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ് വഖാല ഔലിയാഉഹും മിനൽ ഇൻസ് റബ്ബന ഇസ്തംതഅ ബഅ്ളുനാ ബിബഅ്ളിൻ വബലഅനാ അജലന അല്ലദീ അജ്ജൽത ലനാ ഖാല അന്നാ അസ്വാകും ഖാലിദീന ഫീഹാ ഇല്ലാ മാ ഷാ അല്ലാഹ് ഇന്ന റബ്ബക ഹകീമുൻ അലീം എന്ന് പറയുന്ന ഈ വചനത്തിന് അമാനി മൗലവി കൊടുത്ത വിശദീകരണം ഒന്ന് നിങ്ങൾ വായിക്കണം സമൂഹത്തിന്റെ മുമ്പിൽ. എന്താ അമാനി മൗലവി പറഞ്ഞത്? ഷിർക്കിന് ഫലമുണ്ട് എന്നാണോ ഈ ആയത്ത് പഠിപ്പിക്കുന്നത്? നോക്കൂ നിങ്ങൾ, ജിന്നുവർഗക്കാരായ പിശാചുക്കൾ മനുഷ്യ ഹൃദയങ്ങളിൽ ദുർമന്ത്രവും
ദുഷ്പ്രേരണയും നടത്തുമെന്നും ദുർമാർഗങ്ങളും ദുർനടപ്പുകളും അവർക്ക് അലങ്കാരമാക്കി കാണിച്ചു കൊണ്ടിരിക്കുമെന്നും മനുഷ്യരെ വഴിതെറ്റിക്കൽ പിശാചിൻ്റെ സ്ഥിരം ജോലിയാണെന്നും അള്ളാഹു ആവർത്തിച്ച് അറിയിക്കാറുള്ളതാണല്ലോ. മനുഷ്യരാകട്ടെ അവരുടെ ദുരുപദേശങ്ങൾക്കും ഇംഗിതങ്ങൾക്കും വഴങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവരിൽ അദൃശ്യ ശക്തികളും ദിവ്യത്വവും കൽപ്പിച്ചുകൊണ്ട് അവരെ അനുസരിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഞങ്ങൾ അന്യോന്യം ഉപയോഗപ്പെടുത്തി എന്നു പറഞ്ഞതിൻ്റെ സാരം. ഇസ്തിംതാഅ് നടത്തി. ഇത് പത്തപ്പിരിയം വാദപ്രതിവാദം മുതൽ പല വാദപ്രതിവാദങ്ങളിലും ഫൈസൽ മുസ്ലിയാർ ഓതിയ ആയത്താ. എന്തിനാ ഓതിയത്? ഷിർക്കിന് ഫലമുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി ഓതിയ ആയത്താ. അതാണ് ഇസ്തിംതാഅ്. എന്താ ഇസ്തിംതാഅ് എന്ന് അമാനി മൗലവി കൃത്യമായി പറഞ്ഞു. ശൈത്താന്റെ ദുർബോധനത്തിന് വിധേയമായി ശൈത്താന്റെ ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതാണ് അവർ തമ്മിൽ നടത്തിയിട്ടുള്ള ഇസ്തിംതാഅ്. അതല്ലാതെ ഷിർക്കിന് ഫലമുണ്ട് എന്നതല്ല. ഈ ഭാഗം അമാനി മൗലവി നൽകിയിട്ടുള്ള ഈ ഭാഗം ഒന്ന് കൃത്യമായി വായിക്കാൻ, ഇനി ഇവിടെ പരിപാടി വെക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ആളുകൾ അതൊന്ന് വായിക്കണം. എൻ്റെ പ്രിയപ്പെട്ട വിഷ്ണുവിൻ്റെ സഹോദരന്മാർ ആ കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ വീട്ടിലുണ്ടാവുമല്ലോ, ആലോചിച്ച് നോക്ക്. ഇനി അതുപോലെ തന്നെ മനോരമയും മാതൃഭൂമിയുമാണ് പിന്നീട് ഫൈസൽ മുസ്ലിയാർ എന്ത് ചെയ്തിട്ടുള്ളത്? തെളിവായി ഉദ്ധരിച്ചിട്ടുള്ളത്. എന്തിന് തെളിവായിട്ട് ഉദ്ധരിച്ചത്? ഷിർക്കിന് ഫലമുണ്ട് എന്നതിന്. കേട്ടു നോക്കും നിങ്ങൾ. ഷിർക്കിന് ഫലമുണ്ട് പറഞ്ഞാലോ അവിടെ എന്താ ഉദ്ദേശം? ഷിർക്ക് ചെയ്യുന്നവർക്കും ചില ഗുണങ്ങൾ ലഭിക്കുന്നു. അതെങ്ങനെ ലഭിക്കുക? അത് ഖുർആൻ കൊണ്ട് സ്ഥാപിതമായതാണ്, ഹദീസ് സ്ഥിരപ്പെട്ടതാണ്, അഹ്ലുസുന്ന സ്വീകരിച്ചു പോകുന്നതാണ്, മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലം എഴുതി പോകുന്നതാണ്. അതിനപ്പുറത്ത് നമ്മളായിരുന്നു പറഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞു? കുല്ലൻ നുമിദ്ദു ഹൗലാഇ വഹൗലാഇ മിൻ അതാഇ റബ്ബിക് വമാ കാന അതാഉ റബ്ബിക മഹ്ദൂറാ. സൂറത്ത് ഇസ്രായിൽ അല്ലാഹു തആല പറയാണ്, കുല്ലൻ നുമിദ്ദു ഹൗലാഇ വഹൗലാ, എല്ലാവർക്കും നാം സഹായം നൽകും, ഇവർക്കും നൽകും അവർക്കും നൽകും. മിൻ അതാഇ റബ്ബിക, റബ്ബിന്റെ ഔദാര്യം അവന്റെ ദാനമായി എല്ലാവർക്കും നാം നൽകും. ഇക്കൂട്ടരെയും അക്കൂട്ടരെയും എല്ലാം തന്നെ ഇവിടെ വെച്ച് നാം സഹായിക്കുന്നതാണ്. അഥവാ തൗഹീദുള്ളവനും അല്ലാഹുവിന്റെ സഹായം കിട്ടും, ശിർക്കുള്ളവനും അല്ലാഹുവിന്റെ സഹായം കിട്ടും. അപ്പൊ അള്ളാഹുവിൽ പങ്കു ചേർത്ത് റബ്ബല്ലാത്തവനെ ആരാധിച്ച് റബ്ബല്ലാത്തവനെ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർക്കും ചിലപ്പോൾ അള്ളാഹു തരം കൊടുക്കും. അതിന് പല ലക്ഷ്യങ്ങളുണ്ടാവും. എടാ, നിങ്ങൾ പുതിയ തെളിവ് കൂടി ഉദ്ധരിച്ചു. പരപ്പനങ്ങാടിയിൽ പറഞ്ഞതാണ്. എന്താ? ഷിർക്കിന് ഫലമുണ്ട്. എന്താ തെളിവ്? അഥവാ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അതിന് ഫലം ലഭിക്കും. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞത് ഷിർക്കിന് ഫലമില്ല എന്നുള്ളതാ. സൂറത്തു ബക്കറയിലെ 186-ാമത്തെ ആയത്ത്, സൂറത്തു റാഇദിലെ 14-ാമത്തെ ആയത്ത്, അതുപോലെ സൂറത്ത് യൂനുസിലെ 18-ാമത്തെ വചനം, സൂറത്ത് യൂനുസിലെ 106-ാമത്തെ വചനം, സൂറത്തു ഇസ്രായിലെ 56-ാമത്തെ വചനം, സൂറത്തു ഫുർഖാനിലെ വചനം, സൂറത്തു അറാഫിലെ 194, 195, 197 വചനങ്ങൾ, അതുപോലെ തന്നെ സൂറത്തു അഹ്കാഫിലെ 5-6 വചനം, സൂറത്തു ഫാത്തിറിലെ 13, 14 വചനം. ഇങ്ങനെ നിരവധി ആയത്തുകളിലൂടെ ഷിർക്കിന് ഫലമില്ല, പടച്ചവനല്ലാത്തവരോട് വിളിച്ചു തേടിയാൽ അവർക്ക് ഉത്തരം ലഭിക്കില്ല എന്ന് ഖുർആൻ തീർത്തു പറഞ്ഞു. പക്ഷേ എന്നിട്ടും ഫൈസൽ മുസ്ലിയാർ സമൂഹത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ നമ്പറുള്ള ആയത്തുകൾ, ഈ സൂറകളിലെ ആയത്തുകൾ, ആ ആയത്തുകളിൽ ഷിർക്കിന് ഫലമില്ല എന്ന് ആണ് അള്ളാഹ് സൂചിപ്പിച്ചിട്ടുള്ളത്, അള്ളാഹ് വ്യക്തമാക്കിയിട്ടുള്ളത്. അല്ല, അതിന് വിരുദ്ധമായിട്ട് ഷിർക്കിന് ഫലമുണ്ട് എന്നാണ് ആ ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതൊന്ന് വിശദീകരിക്കണം. അടുത്ത പ്രഭാഷണത്തിന് വരുന്ന കാരമൂസ സലായി ആയാലും വേണ്ടിയില്ല, ഹംസക്കുട്ടി ആയാലും വേണ്ടിയില്ല, ടി കെ അഷ്റഫോ ഇനി ഫൈസൽ മുസ്ലിയാർ തന്നെയാണെങ്കിലും ഈ ആയത്തുകൾ വായിച്ച് എന്താണ് അമാനി മൗലവി ഈ ആയത്തുകൾക്ക് വിശദീകരണം നൽകിയത് എന്നൊന്ന് പറഞ്ഞാൽ തർക്കമില്ല. അവിടെയൊക്കെ പറഞ്ഞിട്ടുള്ളത് ഷിർക്കിന് ഫലമില്ല എന്നാണ്. ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല. ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, സൂറത്തു റാഇദിലെ 14-ാമത്തെ വചനത്തിന്റെ പ്രയോഗം. ഒന്നും ചെയ്യൂലെന്ന്, ഒന്നും ഉത്തരം ചെയ്യൂല. പക്ഷേ ഫൈസൽ മുസ്ലിയാർ ഇപ്പം എന്താ പറഞ്ഞത്? സൂറത്തു ഇസ്രായിലെ 20-ാമത്തെ ആയത്തോതി, 20-ാമത്തെ ആയത്തോതിയിട്ട് എന്താ പറഞ്ഞത്? കുല്ലൻ നുമിദ്ദു ഹൗലായി വഹൗലായി, അല്ലേ?
എല്ലാവരെയും നാം സഹായിക്കും. അതെന്താണ്? ആ ആയത്തിൽ എന്താ വിശദീകരിക്കുന്നത്? അള്ളാഹു റഹ്മാനാണ് എന്നുള്ള കാര്യം വിശദീകരിക്കുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അർ റഹ്മാൻ അർ റഹീം. എന്താ റഹ്മാൻ? പരലോകത്തിൽ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവർക്കും കീഴ്പ്പെടാതെ ജീവിക്കുന്നവർക്കും അള്ളാഹ് ഒരുപോലെ ഗുണം ചെയ്യും. ഇഹലോകത്തിൽ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവർക്കും അല്ലാത്തവർക്കും അള്ളാഹ് ഒരുപോലെ ഗുണം ചെയ്യും. അവിടെ ശിർക്ക് ചെയ്യുന്നവർക്കും ആ ഗുണം അള്ളാഹ് നൽകും, അത് നിഷേധിക്കുകയില്ല. മഴ ലഭിക്കുന്നത്, സൂര്യൻ, മറ്റുള്ള കാര്യങ്ങൾ, അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾ ശിർക്ക് ചെയ്യുന്നുണ്ട് എന്ന് കരുതി അയാൾക്കത് നിഷേധിക്കൂല. ഒരാൾ തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ആളുകൾക്കും ഈ അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെയെല്ലാം നൽകുമെന്നാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹ് അർ റഹ്മാനാണ് എന്ന്. മാത്രവുമല്ല, അതിൻ്റെ തൊട്ടുമുകളിലെ 18-19 ആയത്തുകൾ ദുനിയാവ് മോഹിക്കുന്ന ആളുകൾ, അഥവാ ആജ്ജിലത്തിന് ഉദ്ദേശിക്കുന്ന ആളുകൾ, അജ്ജൽനാ ലഹു ഫിഹാ മാ നശാ ലിമൻ നുരീദു സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഅ മദ്മൂമൻ മദ്ഹൂറ. ദുനിയാവ് മോഹിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നാം ഉദ്ദേശിച്ചത് ദുനിയാവിൽ നിന്ന് അവർക്ക് നൽകും, എന്നാൽ പരലോകത്തിൽ അവർക്ക് ജഹന്നമായിരിക്കും. 19 വമൻ അറാദൽ ആഖിറത വസഅലഹ സഅയഹ വഹുവ മുഅ്മിൻ ഫൗലൈക കാന സഅയുഹും മഷ്കൂറ. പരലോകം മോഹിച്ച് അതിൻ്റെതായ പ്രവർത്തനം നടത്തിയാൽ നാം ഉദ്ദേശിക്കുന്നവർക്ക് പരലോകത്തിൽ അള്ളാഹ് അതിൻ്റെ പ്രതിഫലം നൽകും. ഇത് പറഞ്ഞിട്ടാണ് കുല്ലൻ നുമിദ്ദു ഹൗലായി വഹൗലായി എന്ന ആയത്ത് പറയുന്നത്. എന്ന് വച്ചാൽ പടച്ചവന് കീഴ്പ്പെടാതെ ജീവിക്കുന്നവർക്കും കീഴ്പ്പെട്ട് ജീവിക്കുന്നവർക്കും, പടച്ചവനുണ്ട് എന്ന് പറയുന്നവർക്കും പടച്ചവനില്ല എന്ന് പറയുന്നവർക്കും ദുനിയാവിൽ അള്ളാഹ് കൊടുക്കും. ഈ ആയത്തെടുത്തിട്ട് ഷിർക്കിന് ഫലമുണ്ട് എന്നതിനാണ് തെളിവായി ധരിച്ചത്. അപ്പൊ ഇത് പിടിക്കപ്പെട്ടപ്പോൾ ഇപ്പൊ വാദം എന്താ അറിയോ? ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ടെന്ന്. ആലോചിച്ച് നോക്ക്. ഇബ്നു തൈമിയ ആവട്ടെ ആരാവട്ടെ, മഅ്സൂമായിട്ടുള്ള അള്ളാഹിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ്. ബാക്കിയുള്ളവർക്കൊക്കെ തെറ്റ് സംഭവിക്കാം. ഇബ്നു തൈമിയ പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമായ ഒരു ആശയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കേണ്ട ബാധ്യത നമുക്കില്ല. അദ്ദേഹം ജീവിത കാലഘട്ടത്തിൽ ചെയ്ത മഹത്പ്രവർത്തനങ്ങൾ ഉണ്ടാവാം. ആ പ്രവർത്തനങ്ങൾ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനിനോ തിരുചര്യക്കോ എതിരായി ആരു പറഞ്ഞാലും അത് അംഗീകരിക്കേണ്ട ബാധ്യത മുസ്ലിങ്ങൾക്കില്ല, മുജാഹിദുകൾക്കില്ല. അതുകൊണ്ടാണല്ലോ ഇമാമുമാരൊക്കെ പറഞ്ഞത് ഇദാ സ്വഹൽ ഹദീസു ഫഹുവ മദ്ഹബി. ഒരു ഹദീസ് സ്വഹിയായി വന്നാൽ അതാണ് ഞങ്ങളുടെ മദ്ഹബ് എന്ന് പറഞ്ഞത്. അഥവാ ഞങ്ങൾ പറഞ്ഞതിനെതിരായി പരിശുദ്ധ ഖുർആനിലോ തിരുചര്യയിലോ നിങ്ങൾ ആയത്തുകൾ കാണുകയാണെങ്കിൽ, കൃത്യമായ സുന്നത്ത് കാണുകയാണെങ്കിൽ അതിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് എന്ന് എല്ലാ ഇമാമുമാരും സൂചിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് അവരുടെ നിലപാട്. പക്ഷേ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ഖുർആനിനെ തള്ളിക്കളഞ്ഞ് മറ്റുള്ളവരെ പിടികൂടുകയാണ് യഥാർത്ഥത്തിൽ ഈ മുസ്ലിയാർ ചെയ്യുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ നോക്ക് നിങ്ങൾ, ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയങ്ങളിൽ നിന്ന്, ആദർശങ്ങളിൽ നിന്ന് ഇവർ ബഹുദൂരം എന്ത് ചെയ്തിട്ടുണ്ട്? അകന്നു പോയിട്ടുണ്ട്. ഒന്ന് നമ്മൾ സൂചിപ്പിച്ചത്, മനുഷ്യ കഴിവിനപ്പുറത്തുള്ള സഹായത്തേട്ടം അള്ളാഹുവിനോട് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നിടത്ത് സമസ്തക്കാരെ പോലെ ജിന്നുകൾക്കും മലക്കുകൾക്കും നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്ന് ചോദിച്ചാൽ അത് കഴിവല്ല, സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് എന്നാണ് വയ്യാക നസ്തഈൻ എന്നതിൻ്റെ അർത്ഥം മാറ്റി പറഞ്ഞു. 2, വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വ്യക്തമായി പറഞ്ഞ ആശയം, ഷിർക്കിന് ഫലമില്ല, പടച്ചവനല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അവർ ഉത്തരം ചെയ്യുകയില്ല എന്നു നിരവധി ആയത്തുകളിലൂടെ പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശത്തെ പൊളിച്ച് അത് സ്ഥാപിക്കാൻ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ ദുർവ്യാഖ്യാനം നടത്തുകയും എന്നിട്ട് ആ ദുർവ്യാഖ്യാനത്തെ ന്യായീകരിക്കാൻ മുൻഗാമികളായ ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിന് വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞതിനെ ഹൈലൈറ്റ് ചെയ്തു കൊണ്ടുവരികയും ചെയ്യുക. ഇത് തന്നെയാണ് സമസ്തക്കാരും ഇവിടെ ചെയ്യാറുള്ളത്. യഥാർത്ഥത്തിൽ നേരത്തെ മുസ്ലിയാർ സ്വാഗതം ചെയ്തല്ലോ. ഫൈസൽ മുസ്ലിയാർക്കും TK അഷ്റഫിനൊക്കെ ഇനി നല്ലത് ഏതായാലും ആ ടീമിൽ പോയി ചേരലാണ്. ഇനി എടുത്തു നോക്ക്, സിഹർ, മാരണം. ലോകത്തിൽ ആർക്കാ മരണം ബാധിച്ചത്? പ്രവാചകൻ
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലേ? എന്താണ് ആ മാരണം? കിണറ്റിൽ ഒരു ജൂതൻ, ലബീദ് ബിൻ അഴ്സം എന്ന് പറയുന്ന ജൂതൻ, കുറച്ച് പ്രവാചകന്റെ തലമുടിയും അതുപോലെ തലമുടി ചീകാൻ ഉപയോഗിച്ച ചീർപ്പിന്റെ പല്ലുകളും ഈത്തപ്പനയുടെ കുലത്തണ്ടും കൊണ്ടുപോയി എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു അല്ലേ? ആ കിണറ്റിൽ കൊണ്ടുപോയിട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇവിടെ എന്ത് ചെയ്തു? അദ്ദേഹം ചെയ്ത കാര്യം ചെയ്തിട്ടില്ല എന്നും ചെയ്യാത്ത കാര്യം ചെയ്തിട്ടുണ്ട് എന്നും ഈ രീതിയിലുള്ള തോന്നലുകളൊക്കെ ഉണ്ടായി. അങ്ങനെ നബിക്ക് മാരണം ബാധിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ ഇത് ആരുടെ വാദമാണ്? ഇത് പ്രവാചകനെതിരെ ശത്രുക്കൾ ഉന്നയിച്ച വാദമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നിരവധി സ്ഥലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ നോക്കൂ നിങ്ങൾ, ഉമർ മൗലവി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് വായിക്കുന്നതാണ്. അതുപോലെ തന്നെ അമാനി മൗലവി, എൻ്റെ പ്രിയപ്പെട്ട വിഷ്ണം സഹോദരന്മാർ, അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷയുണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് എടുക്കുക. സൂറത്തു ഇസ്രായിലെ 48-ാമത്തെ വചനം, സൂറത്തു ഇസ്രായിലെ 48-ാമത്തെ വചനം വിശദീകരിക്കുന്നിടത്ത് വളരെ കൃത്യമായി അമാനി മൗലവി രേഖപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മാരണം ബാധിച്ചവൻ, ഗണിതക്കാരൻ, ഭ്രാന്തൻ, മാരണക്കാരൻ, കവി എന്നിങ്ങനെ പലതും അവർ പറയാറുള്ളതിനെ പറ്റിയാണ് 2-ാമത്തെ വചനത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, 2-ാമത്തെ വചനം ഏതാ? ഉള്ളുർ കൈഫ ലറബൂ ലക്കൽ അംസാൽ ഫളല്ലു ഫലാ യസ്തതിഉന സബീല. പ്രവാചകരെ, താങ്കൾക്ക് എങ്ങനെയാണ് അവർ ഉപമകൾ പറഞ്ഞത്? അതുകൊണ്ട് തന്നെ അവർ വഴി പിഴച്ചു പോയിട്ടുണ്ട്. അവർക്ക് നേർമാർഗം പ്രാപിക്കാൻ സാധ്യമല്ല. 5 ആരോപണം. നബിയെപ്പറ്റി മാരണം ബാധിച്ചവൻ, ഇവർ ഉന്നയിക്കുന്ന വാദം. ഗണിതക്കാരൻ, ഭ്രാന്തൻ, മാരണക്കാരൻ, കവി എന്നിങ്ങനെ പലതും അവർ പറയാറുള്ളതിനെ പറ്റിയാണ് 2-ാമത്തെ വചനത്തിൽ അഥവാ 48-ാമത്തെ വചനത്തിൻ്റെ ഉള്ള വിശദീകരണം അമാനി മൗലവി കൃത്യമായി വിശദീകരിച്ചു. ഇത് നിങ്ങൾ അംഗീകരിക്കുമോ? അംഗീകരിക്കൂല. കാരണം അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തട്ടിക്കൂട്ടിയുണ്ടാക്കിയിട്ടുള്ള നിങ്ങളുടെ ഈ കൂടാരമുണ്ടല്ലോ, അത് പൊളിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ അത് വായിക്കൂല, അത് വായിക്കണം. മൂസ സലാഹിയോട് ആവശ്യപ്പെടുകയാണ്. അമാനി മൗലവിയുടെ പരിഭാഷയിൽ സൂറത്തു ഇസ്രായിലെ 48-ാമത്തെ ആയത്തിന് അമാനി മൗലവി നൽകിയ വിശദീകരണം വായിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അവിടെ മാരണക്കാരൻ, മാരണം ബാധിച്ചവൻ, ഭ്രാന്തൻ, ഗണിതക്കാരൻ അഥവാ ജ്യോത്സ്യൻ. പ്രവാചകനെ കുറിച്ച് ഒരാൾ ഭ്രാന്തനാണെന്ന് വിശ്വസിച്ചാൽ അയാളുടെ ഹുക്കുമെന്താ? അയാൾ ഇസ്ലാമെന്ന് പുറത്താ. ആലോചിച്ച് നോക്കും നിങ്ങൾ. അപ്പൊ ഈ സാഹിറന്മാരൊക്കെ ഷെയ്ത്താന്റെ ഏജന്റുമാരാണ്. അവർ ഷെയ്ത്താനുമായി കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇവർ മാരണക്കാർ കോഴിമുട്ടയിൽ എഴുതിയാൽ അത് ഷെയ്ത്താനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. എന്നിട്ട് അവർ 4 കൂടിയ സ്ഥലത്ത് അല്ലെങ്കിൽ 3 കൂടിയ സ്ഥലത്ത്, താമസമില്ലാത്ത വീട്ടിൽ, വിജനമായ സ്ഥലത്തൊക്കെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, അല്ലെങ്കിൽ കിണർ, ഉപയോഗിക്കാത്ത കിണർ ഇവിടെയൊക്കെ കൊണ്ടുപോയി വെക്കും. അവർ ആ കമ്മ്യൂണിക്കേഷൻ കൊടുക്കും. എന്നിട്ട് ഈ സിഹിർ ചെയ്യുന്ന സാഹിർ ഇത് ചെയ്യിക്കാൻ വേണ്ടി വന്ന ആളെക്കുറിച്ച് പറയും, ഓൻ ഷിർക്കിൽ അകപ്പെട്ടുട്ടോ, ഇങ്ങോട്ട് ജോന് സഹായിച്ചു കൊടുത്താളാന്ന്. ഒന്ന് കേട്ടു നോക്കിയാട്ടെ. കോഴിമുട്ടയിൽ കളം വരച്ച് കുത്തി വരച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാൽ ആ കോഴിമുട്ടയിൽ എങ്ങനെയാണ് സെറുണ്ടാവുക? ഒരു സെറുണ്ടാകണമെങ്കിൽ മറഞ്ഞ വഴിയിൽ, അദൃശ്യ വഴിയിൽ അതിന് സെറ് വിടുന്ന് പേടിക്കണ്ടേ? അദൃശ്യ വഴിക്ക് സെറുണ്ടാക്കാൻ അള്ളാഹ്ക്കല്ലേ കഴിയുള്ളൂ. അപ്പം ഇതിന് സെറുണ്ടാവും പേടിച്ചതിന് ശിർക്കായില്ലേ എന്ന് നമ്മളെല്ലാവരും KNM കാലത്ത് അന്ന് മർക്കസ് ചോദിച്ച ചോദ്യമാണ്. അന്ന് KNM സ്റ്റേജിൽ നിന്ന് ഒന്നിച്ച് നമ്മൾ കൊടുത്ത മറുപടിയാണെന്ത്? ഈ കോഴിമുട്ടമെന്നല്ല സെറ്. കോഴിമുട്ടമെന്ന് അദൃശ്യ സെറൊന്നും ഉണ്ടാവില്ല. ഈ കോഴിമുട്ട വെറും കോഴിമുട്ട അല്ല. കാരണം സിദ്ധന്മാർ നിങ്ങൾ കടയിൽ നിന്ന് കോഴിമുട്ട വാങ്ങിയിട്ട് എവിടെയും കൊണ്ടിട്ടോളൂ എന്ന് പറയില്ലല്ലോ. അത് പറയില്ലല്ലോ. നിങ്ങൾ കടയിൽ 4 മുട്ട വാങ്ങിയിട്ട് എവിടെയും കൊണ്ട് ഇട്ടാൽ മതി, നിങ്ങൾ സോക്കേട് മാറും എന്ന് പറയോ? ഇല്ല. അവർ വരച്ചു കൊടുത്ത കോഴിമുട്ട തന്നെ വേണം. അത് അവർ കളം വരക്കണം, അവർ പലതും എഴുതണം. എന്തായി എഴുതുന്നത്? ഇത് ശൈത്താനുമായുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഈ സിദ്ധൻ, ഈ ബീവി, ഈ തങ്ങള്, ഈ ഇത്തരം ചികിത്സയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ ഒക്കെ ശൈത്താൻ ഏജന്റുമാരാ. പേരെന്തു പറഞ്ഞാലും അവരും ശൈത്താൻ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്.
അതാണ് കോഴിമുട്ടയിൽ കരിക്കിലൊക്കെ അവർ പലതും എഴുതുന്നത്. അത് എഴുതിയിട്ട് അവർ പറയും 4 കൂടെ സ്ഥലത്ത് കൊണ്ടുപോയിടുക, അല്ലെങ്കിൽ 3 വഴികൾ സംഗമിക്കുന്ന ജംഗ്ഷനിൽ കൊണ്ടുപോയിടുക, ആൾ താമസമില്ലാത്ത വീട്ടിൽ കൊണ്ടുപോയി വെക്കുക, അതേപോലെ ഉപയോഗമില്ലാത്ത കിണറ്റിൽ കൊണ്ട് നിക്ഷേപിക്കുക, വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക എന്നൊക്കെ പറയണത് പിശാചിന് ചില കേന്ദ്രങ്ങളാണ്. അതിലൂടെ ഇവൻ ശൈത്താന് ചില കമ്മ്യൂണിക്കേഷൻ കൊടുക്കുകയാണ്. അതുവഴി പിശാചിനെ ഉപയോഗപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് ഷെറുണ്ടാകുന്നത്. ഈ കോഴിമുട്ടമെന്നല്ല ഷെറ്, ഇത് ശിർക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്, കുഫ്ർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അല്ലാഹ് വിളിച്ചു വാർത്തിക്കുന്ന വഴിയാണ് നിങ്ങൾ എഴുതുന്നത്. അതുവഴി ശിർക്കിൻ്റെ ആളായി ശൈത്താനെ ബോധ്യപ്പെടുത്തിയ നിന്റെ വഴിയിലേക്ക് ഇവൻ തയ്യാറാണ്, അവൻ ശിർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് എന്ന വിവരം ശൈത്താനെ കൈമാറുന്നു. അതുവഴി പിശാചിന് ചെയ്യാൻ പറ്റിയ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതവൻ ചെയ്തു കൊടുക്കുന്നു. ഇതാണ് ആ ഷെറ്. ഇത് അദൃശ്യമായ ഷെറല്ല. ആപേക്ഷികമായ അദൃശ്യം എന്ന് പറയാം, ആപേക്ഷികമായ അഭൗതികം എന്ന് പറയാം, യഥാർത്ഥ അദൃശ്യമായ ഷെറല്ല. അപ്പോൾ കേട്ടല്ലോ, കോഴിമുട്ട ശൈത്താനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലേ, ഇന്ന സ്ഥലത്ത് കൊണ്ടുവെക്കുന്ന വരെ ഈ കോഴിമുട്ടമല് അല്ലെങ്കിൽ തകിടുമല് കരിക്കുമലൊക്കെ വരച്ചു വെക്കുന്നത് ശൈത്താനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് അത്ര. ആലോചിച്ച് നോക്കിയാട്ടെ, ആരുടെ മുമ്പിലാണ് ഇത് പറയുന്നത്? മുസ്ലിയാക്കളുടെ മുമ്പിലാണെങ്കിൽ തർക്കടില്ല. മുജാഹിദ് വീടുകളിൽ ജനിച്ചു വളർന്ന ആളുകളുടെ മുമ്പിലാണ് ഇത് പറയുന്നത്. എന്നിട്ട് ഇത് ചോദിക്കാതെ അനുസരിക്കുന്ന ആ ടീമിൻ്റെ ബുദ്ധി എത്രമാത്രം അവർ പ്രക്ഷാളനം നടത്തിയിട്ടുണ്ടാവും. പേര് വിഷ്ണു എന്നൊക്കെ ആണെങ്കിൽ പോലും ബുദ്ധി ഉപയോഗിക്കാത്തൊരു ടീം തൻ്റെ മുന്നിലുണ്ട് എന്ന ഉറപ്പ്. അതുകൊണ്ടാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾ. എന്നിട്ടോ ഇത് ഷിർക്ക് ചെയ്തുകൊണ്ടാണ് സിഹിർ ചെയ്യുന്നത് എന്ന്. അപ്പൊ ഷിർക്കാണ് സിഹിർ. വമൻ സഹറ ഫഖദ് അശ്റക, സിഹിർ ചെയ്തവൻ, മാരണം ചെയ്തവൻ ഷിർക്കാണ് ചെയ്തത്. അപ്പൊ സിഹിർ ഫലിക്കും, മാരണം ഫലിക്കും എന്ന് വിശ്വസിക്കുന്നവൻ സിഹിറിന് ഷിർക്കിന് ഫലമുണ്ട് എന്ന് വിശ്വസിക്കണം. അവിടെ തന്നെയാണ് കുഴപ്പം. പക്ഷെ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഫൈസൽ മുസ്ലിയാർ അവസാനം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് അദൃശ്യമായ ഷർറല്ല, ആപേക്ഷികമായി അദൃശ്യമാണെങ്കിലും. എന്താ ആപേക്ഷികമായി അദൃശ്യമാണ് പറഞ്ഞാൽ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അദൃശ്യമാണ്. വൈബിയായിട്ട് തന്നെയാണ് സാഹിറിൽ നിന്ന് ഷെയ്ത്താനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നതിലൂടെ ഷർറ് പ്രതീക്ഷിക്കുന്നത്. അത് ഷിർക്കിൽ അധിഷ്ഠിതമാണ്. അതാണ് വസ്തുത. അപ്പൊ ഈ മാരണത്തിന് ഫലമുണ്ട്, നബിക്കത് ഫലിച്ചിട്ടുണ്ട് എന്ന കടുത്ത അന്ധവിശ്വാസത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോവുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ഇതിനെ വളരെ കൃത്യമായി നഖശികാന്തം എന്ത് ചെയ്തിട്ടുണ്ട്? എതിർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആയത്ത് വായിച്ചപ്പോൾ നമ്മളെ മൂസക്കാരുണ്ട്, മൂസ സലാഹിൻ്റെ ഒരു ചോദ്യം എന്താ അറിയോ? ഒരായത്താണ്ട് തരാം, അതിനൊന്നും മറുപടി പറയുമെന്ന്. അത് കേട്ടു നോക്കും നിങ്ങൾ. 3 കാര്യങ്ങൾ വരുന്ന ഒരായത്ത് അങ്ങിട്ട്. എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞു, യഅകുലു ത്വആം. ആര്? മക്കത്തെ മുശ്രിക്ക് പറയാണ് ഭക്ഷണം കഴിക്കുന്ന റസൂൽ. അത് ആരോപണമാണ്. ശരി, ഹദീസിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചു. എന്താ നിങ്ങൾ പറയാ? അതാ അവിടെ പറയേണ്ടത്. ഇനിയോ വയംശി ഫിൽ അസ്വാഖ്, അങ്ങാടിയിലൂടെ നടക്കുന്ന പ്രവാചകൻ എന്ന് ആരോപണമായി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ നിങ്ങൾക്ക് വിജയമുണ്ടാകും എന്നാർത്ത് വിളിച്ച് അങ്ങാടിയിലൂടെ നടന്നില്ലേ? ഈ ഹദീസിനെ നിങ്ങൾ എടുക്കുമോ തള്ളുമോ പറയണം. അതുകൊണ്ട് തീർന്നില്ല. ലൗലാ ഉൻസില ഇലൈഹി മലക്കുൻ ഫയകൂനു മഅഹു നദീറാ. എന്താ ഒരു മലക്ക്? പ്രവാചകനാണെങ്കിൽ ഒരു മലക്ക് ഇറങ്ങി വരണ്ടേ എന്ന് ആരോപണമായി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ മലക്ക് വന്നിട്ടില്ലേ? ഈ ആയത്ത് വെച്ചിട്ട് ഈ ആയത്തിൽ പറഞ്ഞ 3 കാര്യങ്ങളെ എടുത്തു കാട്ടിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളെ നിങ്ങൾ തള്ളുമോ കൊള്ളുമോ പറയണം. അത് പറയുമ്പോഴാണ് ആ ആയത്ത് ഓതിയിട്ട് സിഹിറിന്റെ ഹദീസിനെ തള്ളലിൽ എന്തെങ്കിലും ഉണ്ടാകുള്ളൂ. ഭയങ്കര വെല്ലുവിളിയാണ്. മണ്ടയിൽ എന്തെങ്കിലും വേണ്ടേ? മുശ്രിക്കുകൾ പ്രവാചകനെ കുറിച്ച് ആരോപണം ഉന്നയിച്ചു. ഒന്ന് എന്താണ്? മാരണം ബാധിച്ചവനാണ്, അതുപോലെ തന്നെ ജ്യോത്സ്യനാണ്, കവിയാണ്, ഇങ്ങനെ ആരോപണം ഉന്നയിച്ചു. എന്നാൽ പ്രവാചകന് മരണം ബാധിച്ചിട്ടില്ല. അപ്പം മുശ്രിക്കുകൾ ആരോപിച്ചത് കൊണ്ട് മരണം ബാധിക്കാതിരിക്കുമോ എന്നാണ് മൂസ സലാഹിന്റെ ചോദ്യം. മൂസ എന്ന് പറയാഞ്ഞാലേ മറ്റേ മൂസ സലാഹി ആണെന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ ഇടക്ക് കൂട്ടുന്നത് അതുകൊണ്ടാണ്.
പ്രവാചകന് മാരണം ബാധിച്ചു എന്ന് ശത്രുക്കൾ പറഞ്ഞില്ലേ? ആ ശത്രുക്കൾ പറഞ്ഞ ആരോപണത്തെ ശരിവെച്ചുകൊണ്ടാണ് ഈ ടീം, കാരമൂസന്റെ ടീം എന്ത് ചെയ്യുന്നത്? പ്രവാചകന് മരണം ബാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓൻ്റെ ചോദ്യം, അതേ തൊട്ടടുത്തൊരായത്തിൽ പ്രവാചകനെ കുറിച്ച് ശത്രുക്കൾ ഭക്ഷണം കഴിക്കാത്ത പ്രവാചകൻ എന്ന് പറഞ്ഞിട്ടില്ല, ഭക്ഷണം കഴിക്കുന്ന പ്രവാചകൻ എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പം പ്രവാചകൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലല്ലോ, പ്രവാചകൻ ഭക്ഷണം കഴിച്ചാൽ ശത്രുവിൻ്റെ ആരോപണം ശരിയാവൂലേ എന്ന് മനസ്സിലായോ? ഓൻ്റെ ചോദ്യത്തിൻ്റെ അസില് മനസ്സിലായോ? പ്രവാചകൻ മാലിഹാദർ റസൂൽ യഅ്കുലു തആമ, ഭക്ഷണം കഴിക്കുന്ന പ്രവാചകൻ ഇതെന്ത് പ്രവാചകനാണ് എന്ന് ശത്രു ചോദിച്ചു. അപ്പൊ ശത്രുവിൻ്റെ ആരോപണം അനുസരിച്ച് പ്രവാചകൻ എന്ത് ചെയ്യാൻ പാടില്ല? മൂസന്റെ മണ്ടയിൽ വെച്ച് പ്രവാചകൻ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന്. അല്ല മൂസ, ശത്രുക്കൾ അവിടെ ആരോപിച്ചെന്താ അറിയോ? മാലി ഹാദർ റസൂൽ, ഇത് എന്തുട്ടാ റസൂല യഅ്കുലു തആം, ഭക്ഷണം കഴിക്കുന്ന പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പ്രവാചകനാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല. വയംശി ഫിൽ അസ്വാഖ്, ഇത് എന്തു പ്രവാചകനാ? അങ്ങാടിയിൽ കൂടി നടക്കുന്ന പ്രവാചകൻ. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ? ശത്രു പറഞ്ഞ എന്താ? പ്രവാചകനാണെങ്കിൽ അയാൾ അങ്ങാടിയിൽ നടക്കാൻ പാടില്ല, ഒരു പച്ച പുതപ്പൊക്കെ ഇട്ടിട്ട് എവിടെയെങ്കിലും ഒരു റൂമിൽ ഇങ്ങനെ കൂടുക, ആൾക്കാരിങ്ങനെ വരിക, ഹാ ഹൂ എന്നൊക്കെ പറയാ. ഇതാണ് ആ പ്രവാചകൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ മലക്കിനെ ഇറക്കിയില്ല എന്ന ശത്രുവിൻ്റെ ചോദ്യം. അഥവാ പ്രവാചകനാണെങ്കിൽ ഒരു മലക്ക് കൂടെ വരണ്ടേ എന്നാണ് അവർ ചോദിച്ചത്. അതല്ലാതെ പ്രവാചകൻ ഭക്ഷണം കഴിച്ചു, പ്രവാചകൻ അങ്ങാടിയിൽ ഇറങ്ങി എന്നത് അവരുടെ ആരോപണത്തെ സാധൂകരിക്കുന്നതല്ല, മറിച്ച് അവരുടെ ആരോപണത്തെ തകർക്കുകയാണ് ചെയ്യുന്നത്. പ്രവാചകനാണെങ്കിൽ ഭക്ഷണം കഴിക്കും, പ്രവാചകനാണെങ്കിൽ അങ്ങാടിയിൽ ഇറങ്ങും, പ്രവാചകനാണെങ്കിൽ കൂടെ മലക്ക് വേണമെന്നില്ല. എന്നാൽ മരണത്തെക്കുറിച്ച് ഒരു പറഞ്ഞതോ, മരണം ബാധിച്ച ഒരാളെയാണ് നിങ്ങൾ പിൻപറ്റുന്നത് എന്നാ പറഞ്ഞത്. ആ വാദം ശരിവെച്ചുകൊണ്ട് നിങ്ങൾ ടി.കെ. അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള വിഷ്ണൻ ടീം പറയുന്നു എന്താ? പ്രവാചകന് മരണം ബാധിച്ചിട്ടുണ്ട്. ശത്രു ഉന്നയിച്ച ആരോപണത്തെ ശരിവെക്കുകയാണ് നിങ്ങൾ ചെയ്തത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കും, അവിടെ തന്നെ സൂറത്തു ഫുർഖാനിലെ 20-ാമത്തെ വചനം പരിശോധിച്ച് നോക്ക്. അവിടെ അല്ലാഹ് പറഞ്ഞത് കാണാം, വമാ അർസൽനാ ഖബ്ലക മിനൽ മുർസലീൻ, പ്രവാചകന്മാരെ നാം നിയോഗിച്ചിട്ടില്ല താങ്കൾക്ക് മുമ്പ്. ഇല്ലാ അന്നഹും ലയഅ്കുലൂന തആമ, അവർ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. വയംശൂന ഫിൽ അസ്വാഖ്, അവർ അങ്ങാടിയിലൂടെ നടക്കാറുണ്ടായിരുന്നു. അപ്പോൾ പ്രവാചകൻ ആയി എന്ന് കരുതി അങ്ങാടിയിൽ ഇറങ്ങാതെ കണ്ട, പ്രവാചകനാണെന്ന് കരുതി ഭക്ഷണം കഴിക്കാതിരിക്കണ്ട. മുമ്പും പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവർ ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു, അവർ അങ്ങാടി കൂടെ നടക്കുന്നവരായിരുന്നു. അവരോടൊപ്പം സെക്യൂരിറ്റി ആയിട്ട് മലക്കിനെ ഒന്നും നാം ഇറക്കിയിട്ടില്ല. ഇറക്കിയിട്ടില്ലെങ്കിലും താങ്കൾ പ്രവാചകൻ തന്നെയാണ് എന്ന്. ആയത്തെന്താണ്, താൻ പറയുന്നത് എന്താണ് എന്ന് ബോധമില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം. ഇനി സുഹൃത്തിൻ്റെ കാരമൂസലായിയുടെ വേറൊരു വെല്ലുവിളി ഉണ്ട്. എന്താണ്? അന്ന് ഉമർ മൗലവിയുടെ ഒന്ന് ഇസ്രായേലെ ആ 48-ാമത്തെ ആയത്തിന്റെ വിശദീകരണം ഒന്ന് വായിക്കാൻ പറ്റുമോ ഒന്ന് കേട്ടു നോക്കിയാട്ടെ. സൂറത്ത് ഇസ്രായേലിലെ ഇതേ ആയത്ത്, ആ ആയത്തിന് കൊടുത്ത വിശദീകരണം സമയക്കുറവ് കൊണ്ട് വായിക്കുന്നില്ല. നിങ്ങൾ വിമർശിക്കുന്ന ഹദീസിനെ എടുത്തുകൊണ്ട് തന്നെ ഉമർ മൗലവി റഹിമഹുല്ല എഴുതിയ വിശദീകരണം ഈ ഇടത്തനാട്ടുകരയിൽ വായിക്കാൻ മർകസുദ് ദഅവാ വിഭാഗത്തിലെ ഏതെങ്കിലും ഒരു പണ്ഡിതന് ധൈര്യമുണ്ടോ? ഓ, ഭയങ്കരാണ്. ധൈര്യമുണ്ടോ അല്ലേ? ഇതാണ് തർജുമാനുൽ ഖുർആൻ, ഉമർ മൗലവിയുടെ തർജുമാനുൽ ഖുർആൻ. മകൻ മുബാറക്ക് ചില കൈകടത്തലുകളൊക്കെ നടത്തിയിട്ടുള്ള തർജുമാനുൽ ഖുർആൻ. ഇതിൽ ഉമർ മൗലവി മൂസ, കാരമൂസ നിങ്ങൾക്ക് അനുകൂലമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇത് 2-ാം വാള്യം. 2-ാം വാള്യത്തിൽ സൂറത്തു ഇസ്രാ, ഇതിലെ പേജ് നമ്പർ 995, 48-ാമത്തെ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, സിഹിർ ബാധിച്ച ഒരു മനുഷ്യൻ ബുദ്ധിശൂന്യമായി എന്തൊക്കെയോ പറയുന്നത് അന്ധമായി സ്വീകരിച്ചവരാണ് നബിയുടെ അനുയായികളെന്ന് അക്രമികൾ ജൽപ്പിച്ചു. അങ്ങനെ ഒന്ന് ഉണ്ടായിട്ടില്ലെന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. അപ്പൊ ശത്രുക്കൾ ജൽപ്പിച്ചത് എന്താണ്?
സിഹർ ബാധിച്ച് എന്തൊക്കെയോ പറയുന്ന ഒരു പ്രവാചകനെയാണ് വിശ്വാസികൾ പിൻപറ്റുന്നത്. എന്താ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അഥവാ പ്രവാചകൻ എന്ത് ചെയ്തിട്ടില്ല, സിഹർ ബാധിച്ചിട്ടില്ല. എന്നാൽ മഹാദുഷ്ടൻ സിഹർ ചെയ്തു, ഉമർ മൗലവിയുടെ ശൈലിയ, അള്ളാഹു അത് നിഷ്ഫലമാക്കി എന്നാണ് ഹദീസിലുള്ളത്. ഉമർ മൗലവി എന്താ പറഞ്ഞത്? മഹാദുഷ്ടൻ സിഹർ ചെയ്തു, ലബീദ് സിഹർ ചെയ്തു, പക്ഷെ അള്ളാഹ് എന്ത് ചെയ്തു? അത് നിഷ്ഫലാക്കി. നബിക്ക് ബാധിച്ചിട്ടുണ്ടോ? നബിക്ക് ബാധിച്ചിട്ടില്ല. നബിക്ക് സിഹർ ബാധിച്ചു എന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ലബീദ് സിഹർ ചെയ്തോ ചെയ്തില്ലേ അത് വിഷയമല്ല, അത് നബിക്ക് ബാധിച്ചോ? ഉമർ മൗലവി പറഞ്ഞെന്താ? നബിക്ക് അത് ബാധിച്ചിട്ടില്ല, അള്ളാഹ് അത് പരാജയപ്പെടുത്തി. ഇത് തമ്മിൽ എന്താണ് പൊരുത്തക്കേട്? ഒരു പൊരുത്തക്കേടുമില്ല, യാതൊന്നുമില്ല. സിഹർ ബാധിച്ചിട്ട് ബുദ്ധിശൂന്യമായി പറയുന്നത് ആളുകൾ പിൻപറ്റി എന്നു വന്നാൽ മാത്രമേ ദോഷമുള്ളൂ എന്ന്. സിഹർ ബാധിച്ച് പ്രവാചകന് എന്തെങ്കിലും തകരാറ് പറ്റിയെന്ന് വിശ്വസിച്ചാലേ കുഴപ്പമുള്ളൂ എന്നാണ് ഉമർ മൗലവി പറഞ്ഞത്. അങ്ങനെ ഹദീസിലില്ല ഒരു ദുഷ്ടനായ യഹൂദി സിഹർ ചെയ്തു എന്നും അള്ളാഹു അത് നിഷ്ഫലമാക്കുകയും ചെയ്തു എന്നുമാണ് ഹദീസിലുള്ളത്. അപ്പൊ ഹദീസിലുള്ള എന്താ? ഉമർ മൗലവി മനസ്സിലാക്കിയത് എന്താ ഹദീസിലുള്ളത്? ഒരു ദുഷ്ടൻ സിഹർ ചെയ്തു, നബിക്കത് ഫലിച്ചില്ല, അള്ളാഹ് എന്ത് ചെയ്തു? പരാജയപ്പെടുത്തി. ഇനി 48-ാമത്തെ ആയത്തിന് ഉമർ മൗലവി കൊടുത്ത വിശദീകരണം അത് കാരമൂസ വായിക്കും. അവിടെ ഉമർ മൗലവി 48-ാമത്തെ ആയത്തിന് കൊടുത്ത, സൂറത്തു ഇസ്രായിലെ 48-ാമത്തെ ആയത്തിന് കൊടുത്ത വിശദീകരണം, അവർ നബിയെ സംബന്ധിച്ച് പല മോശമായ ഉപമകളും പറഞ്ഞു നോക്കി. കവി, ഭ്രാന്തൻ, ഗണിതക്കാരൻ, സിഹർ ബാധിച്ചവൻ എന്നൊക്കെ പറഞ്ഞു. ചെറുപ്പം മുതൽ അവർ നന്നായി അടുത്തറിയുന്ന ആ വ്യക്തിത്വത്തിൻ്റെ ശോഭ ഇല്ലാതാക്കാൻ അവർക്കായില്ല. മക്കേലെ മുശ്രിക്കുകൾക്ക് കഴിഞ്ഞിട്ടില്ല, ഇനി വിഷ്ഡമിനും കഴിയില്ല. പ്രവാചകനെ കുറിച്ച് ഭ്രാന്തൻ, ഗണിതക്കാരൻ, സിഹർ ബാധിച്ചവൻ എന്നൊക്കെ അവർ പറഞ്ഞു. ചെറുപ്പം മുതൽ അവർ നന്നായി അടുത്തറിയുന്ന ആ വ്യക്തിത്വത്തിൻ്റെ ശോഭയില്ലാതാക്കാൻ അവർക്കായില്ല. സത്യത്തിൻ്റെ വഴിയിൽ നിന്ന് വളരെ ദൂരം അവരകന്നുപോയി. കേട്ടോ, ടി കെ അഷ്റഫിൻ്റെ നേതൃത്വത്തിലുള്ള കാരമൂസ സലാഹിയുടെ ടീമിനെ കുറിച്ച് ഉമർ മൗലവി പറയുന്നത്, പ്രവാചകന് സിഹർ ബാധിച്ചു എന്ന വാദത്തിലൂടെ സത്യത്തിൻ്റെ വഴിയിൽ നിന്ന് വളരെ ദൂരം അവരകന്നുപോയി. വായിൽ തോന്നിയതൊക്കെ പറഞ്ഞു എന്നല്ലാതെ അതൊന്നും തെളിയിക്കാൻ അവർക്ക് സാധ്യമാകയില്ല. തൊള്ളേ തോന്നിയതൊക്കെ പറഞ്ഞു, അതൊന്നും തെളിയിക്കാൻ മക്കയിലെ മുശ്രിക്കുകൾക്കും സാധിച്ചിട്ടില്ല, കാരമൂസ സലാഹിക്കും ടീമിനും സാധിക്കൂല. സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് മടങ്ങിപ്പോകാനും അവർക്ക് സാധ്യമാവുകയില്ല. ഉള്ളുർ കൈഫ ലറബൂ ലക്കൽ അംസാൽ ഫളല്ലു ഫലാ യസ്തതിഉന സബീല എന്ന ആയത്തിന് ഉമർ മൗലവിയുടെ പേരിലുള്ള തർജുമാനുൽ ഖുർആനിൽ നിന്ന് വായിച്ച്, ഇത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ? ഇതൊന്ന് വായിച്ചിട്ട് അണികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. മൂസ സലായി എന്താണ് ഇങ്ങനൊക്കെ പറയുമ്പോൾ ഒക്കെ ഒന്ന് ആലോചിക്കണ്ടേ? ഇനി ആലോചിച്ച് നോക്ക്, നബിക്ക് പ്രവാചകന് ബുദ്ധിക്ക് തകരാറ് പറ്റി എന്നാണ് ഇവർ പ്രവാചകനും മാരണം ബാധിച്ചു എന്നതിലൂടെ പഠിപ്പിക്കുന്നത്. ഞാൻ അതിൻ്റെ ആ ഭാഗങ്ങളൊന്നും വായിക്കുന്നില്ല. പറപ്പൂര് കുഞ്ഞു മുഹമ്മദ് മൗലവി അവരുടെ ആ പ്രസംഗം തന്നെ കേട്ടാലൊന്നും മനസ്സിലാവും. ഒരു ജൂതൻ സിഹർ ചെയ്തിരുന്നുവെന്നും എന്നിട്ട് നബിക്ക് ഭാര്യമാരുടെ അടുത്ത് ചെന്നോ പോയോ പോയില്ലേ, വേറെയുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയം ഉണ്ടായില്ല. ഹദീസുകളിൽ കാണാം. ഇന്നിപ്പോ ആ ഭാര്യന്റെ അടുത്ത് ചെന്നോ പോയോ പോയില്ലേ, ആകെ കൂടി ഒരു കൺഫ്യൂഷൻ. അത് മാത്രമാണ് ഒരു സംശയം ഉണ്ടായത്. ഭൗതികമായ ദീനിന്റെ കാര്യത്തിലല്ല സംശയം ഉണ്ടായത്, ഭൗതികമായ കാര്യത്തിൽ ഒരു ചെറിയ പ്രയാസം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ഇങ്ങനെ എനിക്ക് ഞാൻ ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം പോലെ കണ്ടു. നബിമാരുടെ സ്വപ്നം സത്യമാണ്, അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ്. അങ്ങനെ ആ സ്വപ്നം പോലെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ദർവാർ കിണറ്റിൽ പോയി നോക്കി എന്ന് പറഞ്ഞു. അവർ പോയി നോക്കിയപ്പോ എന്തോ ചില അധികമായ വസ്തുക്കൾ, അതിൽ കാണാൻ പാടില്ലാത്ത വസ്തുക്കൾ കണ്ടു. അതിനെ പുറത്തെടുത്തു. എന്ത് ചെയ്യണമെന്ന് സഹാബിമാർ ചോദിച്ചപ്പോ അത് കുഴിച്ചിട്ടായി കുഴപ്പമൊന്നുമില്ല, എനിക്കെല്ലാം സുഖമായിട്ടുണ്ട്
അവർ കുറഞ്ഞ നേരത്തേക്ക് ചെറിയൊരു മാനസിക വിഭ്രാന്തി ഉണ്ടായി. ഭാര്യക്ക് പോയോ അവർ വിഭ്രാന്തി ഉണ്ടായി. ചെറിയൊരു മാനസിക വിഭ്രാന്തി ഉണ്ടായി അല്ലെ, ഭാര്യൻ്റെ അടുത്ത് പോയോ പോയില്ല എന്നുള്ള തോന്നലുണ്ടായി. ആലോചിച്ച് നോക്ക്, ഹദീസുകൾ അതിൻ്റെ വിശദീകരണങ്ങൾ വായിച്ചു നോക്കിയാൽ 6 മാസം 4 മാസം 40 ദിവസം എന്നൊക്കെ അതിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മെല്ലെ ഒതുക്കി വച്ചിട്ടാണ് ചെറിയൊരു മാനസിക വിഭ്രാന്തി ഉണ്ടായി. എന്നാൽ കേട്ടോളി വിഷ്ണങ്കാരെ, ഞങ്ങൾ വിശ്വസിക്കുന്ന ഏകനായ റബ്ബ് നിയോഗിച്ചയച്ച പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു നിമിഷം പോലും മാനസിക വിഭ്രാന്തി ഉണ്ടായിട്ടില്ല. വമാ സ്വാഹിബുക്കും ബിമജ്നൂൻ, നിങ്ങളുടെ കൂട്ടുകാരൻ ഭ്രാന്തനല്ല. വിശുദ്ധ ഖുർആൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ, പ്രവാചകരെ അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് താങ്കൾക്ക് ഭ്രാന്ത് ബാധിച്ചിട്ടില്ലട്ടോ. മുശ്രിക്കുകൾ പറഞ്ഞേക്കാം, അവരുടെ പിൻഗാമികളായി വരുന്നവരും അത് പറഞ്ഞേക്കാം. പക്ഷേ പ്രവാചകന്റെ അനുയായികൾ അത് വിശ്വസിക്കുകയില്ല, അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്, പക്ഷേ സമയം ഇനിയും 3 പേര് സംസാരിക്കാണ്ട്. ഭൗതികം അഭൗതികം, അഭൗതികം ഭൗതികം, ഇതാണല്ലോ പ്രശ്നം. ഗൈബ് എന്നതിനാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ അഭൗതികമായ ശക്തി അല്ലാഹു മാത്രം. ആർക്കാ തർക്കമുള്ളത്? ആർക്കും തർക്കമില്ല. സ്രഷ്ടാവ് എന്ന നിലയിൽ അഭൗതികമായ ശക്തി അല്ലാഹു മാത്രമാണ്. ആ അല്ലാഹുവിന് മാത്രമേ ഗൈബ് അറിയുകയുള്ളൂ. ഗൈബിയായി നമ്മെ രക്ഷിക്കാനും ശിക്ഷിക്കാനും ആ അല്ലാഹു മാത്രമേ കഴിയുകയുള്ളൂ. ഏതു പ്രതിസന്ധിയിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുന്നവനാ അല്ലാഹു മാത്രമാണ്. ആ അല്ലാഹുവിൻ്റെ കഴിവുകൾക്ക് പരിധിയും പരിമിതിയുമില്ല. അതാണ് ആ റബ്ബിൻ്റെ കഴിവുകൾക്ക് പരിധിയും പരിമിതിയുമില്ല. ഏതു തട്ടവും കേൾക്കുന്നവനാണ്, ഉത്തരം നൽകാൻ കഴിവുറ്റവനാണ് ആ റബ്ബ്, ആ അല്ലാഹു അല്ലേ. ഒരിക്കലും ആരെയും ആശ്രയിക്കാത്തവനാണ് അല്ലാഹു. സമദ്, ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യം അല്ലാഹുവിനില്ല. അവൻ ജനിപ്പിച്ചിട്ടുമില്ല, ജനിച്ചിട്ടുമില്ല. കുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ്. പോരാ, അവന് തുല്യരായി മറ്റാരുമില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, വലം യകുല്ലഹു കുഫുവൻ അഹദ്. അതുപോലെ ലൈസ കമിസ്ലിഹി ഷൈഉൻ, ആ റബ്ബിനെ പോലെ ഒരാളുമില്ല. അഭൗതികമായ ശക്തി അല്ലാഹുവിനു മാത്രം. സ്രഷ്ടാവ് എന്ന ഈ നിലയിൽ ഇത് റബ്ബിന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അള്ളാഹിൻ്റെ സൃഷ്ടികളാണ്. എന്നാൽ സൃഷ്ടികൾ എന്ന നിലയിൽ ജിന്നുകളും മലക്കുകളും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭൗതികമാണ്. രണ്ടും കൂട്ടിക്കെട്ടി ജനങ്ങളെ വസ്വാസിലാക്കുന്ന ഏർപ്പാട് ശൈത്താന്റെ പണി ഫൈസൽ മുസ്ലിയാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി മനസ്സിലാക്കുക, അഭൗതികമായ ശക്തി അല്ലാഹു മാത്രം. സ്രഷ്ടാവ് എന്ന നിലയിൽ ആ സ്രഷ്ടാവിൻ്റെ കഴിവുകൾക്ക് പരിധിയും പരിമിതിയുമില്ല. നേരത്തെ വിശദീകരിച്ചു. എന്നാൽ ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ജിന്നുകളും മലക്കുകളും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭൗതികമാണ്. അതിൻ്റെ അർത്ഥം അല്ലാഹുവിനെ പോലെ അഭൗതിക ശക്തിയാണ് എന്നല്ല മുസ്ലിയാരെ. ആ വാദം നിങ്ങൾക്കും സമസ്തക്കാർക്കുമാണുള്ളത്. അത് പറഞ്ഞാൽ മറ്റേ നെല്ലിക്കുത്തി മുസ്ലിയാരുണ്ട്. നെല്ലിക്കുത്ത് മുസ്ലിയാർ പറയും, ഓ മലക്കാളി നിങ്ങൾ അഭൗതിക ശക്തിയായി കണ്ടുവല്ലേ എന്ന്. അല്ലാഹു സൃഷ്ടാവ്, ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ജിന്നുകളും മലക്കുകളും നമ്മെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗൈബിയാണ്, അഭൗതികമാണ്. എന്നാൽ അവർക്ക് ഗൈബറിയില്ല. ഗൈബിയായി നമ്മെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ അവർക്കറിയില്ല, കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരോടുള്ള ആ സഹായത്തേട്ടം ഷിർക്കാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അവർ ഗൈബിയായതുകൊണ്ട് തന്നെ ആ സൃഷ്ടികളോടുള്ള സഹായത്തേട്ടം ഷിർക്കാണ്. മലക്കുകൾ പ്രത്യേകിച്ചും അള്ളാഹു കൽപ്പിച്ചത് മാത്രം ചെയ്യാനേ അവർക്ക് കഴിയൂ. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. മാത്രവുമല്ല, അള്ള പഠിപ്പിച്ചു കൊടുത്തത് മാത്രമേ അവർക്കറിയൂ. വേറെ പുതുതായി ഒരു അറിവും നേടിയെടുക്കാൻ അവർക്ക് സാധ്യമല്ല. സുബ്ഹാനക് ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. നിരാശ്രയൽ അല്ല അവർ. അല്ലാഹു സ്വമദാണ്.
അതാണ് അഭൗതിക ശക്തിയായ അള്ളാഹു, സൃഷ്ടാവായ അള്ളാഹു നിരാശ്രയനാണ്. അള്ളാഹുവിനെയാണ് എല്ലാവരും ആശ്രയിക്കേണ്ടത്. സൂറത്തു ഫാത്തിറിൽ പറഞ്ഞല്ലോ, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാ, അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടവരാണ്. അല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹ് നിരാശ്രയൻ, അല്ലാഹ് മാത്രം. എന്നാൽ ജിന്നുകളോ മലക്കുകളോ നിരാശയർ അല്ല, തിരിച്ചറിയുക. അതുപോലെ തന്നെ അവർ സൃഷ്ടികളാണ്. ആ രീതിയിൽ സൃഷ്ടികൾ എന്ന നിലയിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടു ടീമും ഗൈബിയാണ്. അതുകൊണ്ട് തന്നെ അവയോടുള്ള സഹായത്തേട്ടം ഷിർക്കാണ്. എന്നാൽ ഗൈബിയായ വിധത്തിൽ ജിന്നുകൾക്ക് നമ്മെ സഹായിക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ മലക്കുകൾക്കും ഗൈബിയായ വിധത്തിൽ അവർ ഇഷ്ടപ്പെടുന്ന സമയത്ത് നമ്മെ സഹായിക്കാൻ സാധ്യമല്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അള്ളാഹു കൽപ്പിച്ചാൽ മലക്കുകളിലൂടെ അള്ളാഹ് നമ്മെ എന്ത് ചെയ്യും? സംരക്ഷിക്കും. യഹ്ഫദൂനഹു മിൻ അംരില്ലാ, സൂറത്തു റാഅദിലെ 11-ാമത്തെ വചനം, ലഹു മുഅഖിബാത്തും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം യഹ്ഫദൂനഹു മിൻ അംരില്ലാ, അവൻ്റെ മുന്നിലും പിന്നിലും അള്ളാഹു കാവൽക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മലക്കുകൾ, ഹഫളത്തിന്റെ മലക്കുകളുണ്ട്. യഹ്ഫളൂനഹു, അവർ ആ വിശ്വാസിയെ സംരക്ഷിക്കുന്നു. എങ്ങനെ? മിൻ അംരില്ലാ, അള്ളാന്റെ കൽപ്പന പ്രകാരം. അള്ളാഹ് കൽപ്പിച്ചത് അവർ ചെയ്യും. അപ്പൊ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിനോട് രക്ഷിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ മലക്കുകളിലൂടെ അള്ളാഹ് സഹായിക്കും. ഏതുപോലെ ബദറിൽ അള്ളാഹു മലക്കുകളിലൂടെ സഹായിച്ചതുപോലെ, ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗാസ നടത്തി, ആ സഹായത്തേട്ടം നടത്തി, പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥിച്ചപ്പോൾ, സഹായത്തേട്ടം നടത്തിയപ്പോൾ ആ റബ്ബ് നിങ്ങൾക്ക് ഉത്തരം നൽകി, ഞാൻ നിങ്ങളെ സഹായിക്കും. അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, തുടരെ ഇറങ്ങുന്ന മലക്കുകളിലൂടെ. അവിടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്നിഗ്ധ ഘട്ടത്തിൽ അള്ളാഹു കൊടുത്ത വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് ജിബ്രീലിനെ വിളിക്കാം, മലക്കിനെ വിളിക്കാം, മുസ്ലിം ജിന്നുകളെ വിളിക്കാം എന്ന് പ്രവാചകൻ ഒരിക്കലും ചിന്തിച്ചില്ല. സന്നിഗ്ധ ഘട്ടത്തിൽ പ്രവാചകൻ ആകാശത്തിലേക്ക് കൈ ഉയർത്തി, എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഉസാബ വലൻ തുഅബദ ഫിൽ അർളി അബദ. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹ് ഉത്തരം നൽകി. മലക്കുകളിലൂടെ അല്ലാഹ് സഹായിച്ചു. അതല്ലാതെ മലക്കുകൾ ഇഷ്ടപ്പെടുന്ന സമയത്ത്, അവരോട് ചോദിക്കുന്ന സമയത്ത് നമ്മെ സഹായിക്കാൻ അവർക്ക് സാധ്യമല്ല. അത്തരത്തിൽ മലക്കുകളോടുള്ള ചോദ്യം ഷിർക്കാണ്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ സമൂഹത്തെ പഠിപ്പിച്ചത്. ഇനി ഈ അഭൗതികം ഭൗതികം എന്നറിഞ്ഞ് സമൂഹത്തെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. അതു നിങ്ങളുടെ പരലോകം നഷ്ടപ്പെടുത്തുമെന്ന് ഫൈസൽ മുസ്ലിയാരും ടി.കെ. അഷ്റഫും ഓർക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ എന്താണോ പഠിപ്പിച്ചു തന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്, ആ കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കുകയും പഠിക്കുകയും എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദർശത്തെ രൂപപ്പെടുത്തി യഥാർത്ഥ മുവഹിദുകളായി ജീവിക്കാൻ തയ്യാറാവണമെന്ന് എല്ലാവരോടും, പ്രത്യേകിച്ചും ടി.കെ. അഷ്റഫിൻ്റെയും അതുപോലെ കാരമൂസ സലാഹിയുടെ കാലയിൽ കൊണ്ടുപോയി ബുദ്ധി പണയം വെച്ച എൻ്റെ ബഹുമാന്യരായ വിഷ്ണങ്കാരോട് അപേക്ഷിക്കുകയാണ്. നിർത്തുന്നു. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.